സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35 വയസ്സ് പ്രായമാകുമ്പോൾ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിച്ചു എന്ന് നാം പറഞ്ഞു വച്ചു. അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമുക്ക് അവതരിപ്പിക്കാനുള്ളത്. ആ മോള് ജനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നബിതങ്ങളേറെ സ്നേഹിച്ചിരുന്ന ഹബീബായ നബിതങ്ങൾക്ക് ദാമ്പത്യവല്ലരിയിൽ കുസുമങ്ങളെ സമ്മാനിക്കാൻ സാധിച്ച ഭാഗ്യവതിയായ ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ രണ്ടുപേരും മനസ്സറിഞ്ഞ് സന്തോഷിച്ചു. മക്ക എന്ന രാജ്യം മുമ്പ് ഒരു പെൺകുഞ്ഞിന്റെ ജന്മത്തിൽ സന്തോഷിച്ചിട്ടില്ലാത്ത വിധം 4 പെൺകുട്ടികൾ തുടരെയായി ജനിക്കുകയും അതിൽ അവസാനത്തെ പെൺകുട്ടിയായി ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ ജനിക്കുകയും ചെയ്തിട്ട് പോലും ഇല്ല, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചെറിയ ഒരു വിഷമം പോലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ ബീവിക്കോ അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പരമയാഥാർത്ഥ്യമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, ബീവി ചെറുപ്പം മുതൽ തന്നെ മാതാപിതാക്കളുടെ സ്നേഹവും അതുപോലെ തന്നെ തന്റെ ഇത്താത്തമാരുടെ വിശിഷ്യ തന്റെ മൂത്ത ഇത്താത്തയായിരുന്ന ബഹുമാനപ്പെട്ട ബീവി സൈനബ് റളിയല്ലാഹു അൻഹ അവരുടെ സ്നേഹമൊക്കെ ആവോളം ഒരു ഉമ്മയുടെ സ്ഥാനത്ത് പിടിച്ചുപറ്റി വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്താത്തയുടെ കല്യാണം നടക്കുന്നത്, അഥവാ സൈനബ് ബീവിയുടെ കല്യാണം നടക്കുന്നു. വലിയ കുട്ടിയാണ്, തന്റെ ഇളയമയുടെ മകനുമായി ബീവി സൈനബ് റളിയല്ലാഹു അൻഹയുടെ കല്യാണം നടക്കുന്നു, അഥവാ അബുൽ ആസ് ഇബ്നു റബീഉമായി കല്യാണം നടക്കുന്നു. അത് കഴിഞ്ഞ് റുഖയ്യ ബീവിയുടെ തൊട്ടടുത്ത കുട്ടിയുടെ കല്യാണം നടന്നു. രണ്ടാമത്തെ ഇത്താത്തയുടെ കല്യാണവും നടന്നു. മൂന്നാമത്തെ ഇത്താത്ത ഉമ്മു കുൽസൂം അവരുടെ കല്യാണവും നടന്നു. അബ്ദുൽ ഉസ്സയുടെ 2 മക്കളോടാണ് രണ്ടുപേരെയും കല്യാണം കഴിച്ചത്. ഏതാവട്ടെ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്ത ഒരു കേസായിരുന്നു. 1 by 1 ആയി ഒന്നിനു ശേഷം മറ്റൊന്ന് എന്ന നിലക്ക് തന്റെ ഇത്താത്തമാരെ വിട്ടുപിരിയുന്നത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം തന്നെ ലാളി ചോമനിച്ച് കളിപ്പിച്ച് സ്നേഹം തന്ന് കൊണ്ടു നടന്നിരുന്ന ഇത്താത്തമാര് പുതിയാപ്പിളമാരുടെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ഒരൊറ്റപ്പെടല് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിൽ അനുഭവിക്കുകയായിരുന്നു. ഫാത്തിമ ബീവിയുടെ 5ാമത്തെ വയസ്സിലാണ്, ഫാത്തിമ ബീവിക്ക് 5 വയസ്സാകുമ്പോഴാണ് അറേബ്യൻ ഉപഭൂഖണ്ഡത്തെ മുഴുവനും കുലുക്കിയ ആ മഹാസംഭവം നടക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി അതുവരെ അൽ അമീനാണ്, സത്യസന്ധനായ മുഹമ്മദാണ്, എല്ലാവർക്കും നല്ലത് മാത്രം പറയാൻ അറിയാവുന്ന മുഹമ്മദാണ് എല്ലാ ആളുകളും. അതുകൊണ്ടാണല്ലോ അന്ന് 35ാമത്തെ വയസ്സിൽ കഅബയുടെ പുനർനിർമ്മാണം നടക്കുമ്പോൾ ആ ഹജറുൽ അസ്വദ് എന്ന കല്ല് ആര് വെക്കുമെന്ന് തർക്കമുള്ളപ്പോൾ അവിടെ മധ്യസ്ഥനായി അവർ തീരുമാനിച്ചത് ഹബീബായ റസൂലുള്ളാഹിയെയാണ്. എത്രമാത്രം ശത്രുക്കൾക്കിടയിൽ അള്ളാഹുവിന്റെ ഹബീബിന് അംഗീകാരവും സ്ഥാനവും ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ തന്ത്രപരമായിട്ട് അത് കൈകാര്യം ചെയ്തു. ഏതെങ്കിലും ഒരു കുടുംബം വെച്ചു എന്ന് പറയണ്ട എന്ന് പറഞ്ഞ് തന്റെ തോളിലുള്ള മുണ്ട്, ഹബീബായ നബിതങ്ങളുടെ തോളിലുള്ള മുണ്ട്, ആ മുണ്ട് നിലത്ത് വിരിച്ചിട്ട് ഹബീബ് പറഞ്ഞു, ഇതിന്റെ നടുക്ക് വെക്കാം, ഇതിന്റെ നടുക്ക് വെക്കാം കല്ല്.
ഹജറുൽ അസ്വദ് ഇതിന്റെ നടുക്ക് വെച്ചിട്ട് എല്ലാ കുടുംബക്കാരും ഈ തട്ടത്തിന്റെ എല്ലാ മൂലയിലും പിടിക്കുക, എന്നിട്ട് ഒരുമിച്ച് പൊക്കുക. അപ്പോൾ എല്ലാവരും ഇത് പൊക്കി എന്ന് വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പൊക്കി എടുത്തതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. കല്ല് തട്ടത്തിൽ വെച്ചു, പൊക്കിയെടുത്ത് ഏകദേശം പൊങ്ങിക്കഴിഞ്ഞപ്പോ അവര് ചോദിച്ചു, ഇനി ഇതാരെടുത്തു വെക്കും? നോക്കണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തട്ടത്തിലാണ് ഹജറുൽ അസ്വദ് പൊങ്ങിയത്. നബി തങ്ങളുടെ തട്ടമാണ് ഹജറുൽ അസ്വദിനെ പൊക്കിയത്. ഇവരുടെ കൈ അതിൽ തൊട്ടിട്ടില്ല. തട്ടത്തിന്റെ തലപ്പത്ത് മാത്രമേ അവരുടെ കൈകൾ തൊട്ടതുള്ളൂ. പൊങ്ങിയ ഉടനെ തന്നെ അവർ പറഞ്ഞു, ഇത്രയും വലിയ ഒരു പ്രശ്നത്തിൽ ഞങ്ങൾ അകപ്പെട്ടു നിൽക്കുമ്പോ ആ പ്രശ്നത്തിൽ മധ്യസ്ഥം പറഞ്ഞ, അതിനൊരു പരിഹാരം നൽകിയ മുഹമ്മദ് അൽ അമീൻ തന്നെ എടുത്തു വെക്കണം ഈ കല്ല് എന്നവർ പറഞ്ഞപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തട്ടത്തില് ഹജറുൽ അസ്വദ് പൊക്കുകയും റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് ഹജറുൽ അസ്വദ് തൽസ്ഥാനത്തേക്ക് എടുത്തു വെക്കുകയുമാണ് ചെയ്തത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ യുക്തമായി ആ കാര്യം കൈകാര്യം ചെയ്തതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിന് സാധിച്ചത്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അതുവരെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കഴിഞ്ഞ് പിന്നെയും 5 കൊല്ലം ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷേ ബീവി ഫാത്തിമക്ക് 5 വയസ്സ് പ്രായമാകുമ്പോ അതാ വലിയ കോളിളക്കം സൃഷ്ടിച്ച നുബൂവത്തിന്റെ പ്രഖ്യാപനം വരുന്നു. ഹബീബിന് 40 വയസ്സ്, ബീവി ഫാത്തിമക്ക് 5 വയസ്സ്. അന്ന് ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് നബി തങ്ങൾ അങ്ങ് പ്രഖ്യാപിച്ചതോടുകൂടെ ആകെ ഹാലിളക്കമായി. അതോടുകൂടെ ആകെ പ്രശ്നമായി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന് ശേഷം, നബി തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരാണെന്ന് പറഞ്ഞതിന് ശേഷം ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുണച്ചതാരാ? ആദ്യമായി മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുണച്ചത് ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവിയുടെ ഉമ്മയാണ് ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഫാത്തിമ ബീവിയുടെ ഉമ്മയാണ് ആദ്യമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് 5 വയസ്സുള്ള ബീവി ഫാത്തിമ. വളരെ ചെറിയ കാലത്ത് തന്നെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി കണ്ട് മനസ്സിലാക്കി വരുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ്. 5 വയസ്സായപ്പോഴേക്ക് ഇസ്ലാമും ഇസ്ലാമിന്റെയും വാപ്പയുടെയും ഇടയിലുള്ള ബന്ധം അത് മുറുകുകയാണ്. തന്റെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ മനസ്സിലേക്കും ഈമാൻ കയറുകയാണ്. മാത്രമല്ല, തന്റെ ഇത്താത്തമാരൊക്കെ മുസ്ലിമീങ്ങളാകുന്നു. അവരൊക്കെ വിശ്വസിച്ചു, എല്ലാവരും വിശ്വസിച്ചു. ഇനി ഈ ഉമ്മയുടെയും ഉപ്പയുടെയും ഈ ഇത്താത്തമാരുടെയും ഈ കൊച്ചനുജത്തിയുടെയും ഇടയിലുള്ള ബന്ധം തറവാട് ബന്ധത്തെക്കാൾ സുശക്തമാണ്. ആ ബന്ധം തറവാട് ബന്ധത്തെക്കാൾ സുശക്തമാണ്. ആ ബന്ധം രക്തബന്ധത്തെക്കാൾ വിലപിടിപ്പുള്ളതാണ്, അമൂല്യമാണ് ആ ബന്ധം. അതേ കുടുംബ ബന്ധത്തെക്കാൾ അടുത്ത ബന്ധമാണ് ആ ബന്ധം. ഒരു ദീനിന്റെ ചട്ടക്കൂട്ടില് ഒരേ ഒരു റബ്ബിനെ ആരാധിച്ചുകൊണ്ട് 900 ദൈവങ്ങളെ ആരാധിക്കുന്ന നാട്ടില് ഒരൊറ്റ കുടുംബം മാത്രം ജീവിക്കുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ കുടുംബം. ഈ കുടുംബത്തില് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈമാൻ എന്ന കയറുകൊണ്ട് പരസ്പരം ഹൃദയങ്ങൾ ബന്ധിപ്പിക്കപ്പെട്ടുകൊണ്ട് വളർന്നു വരുമ്പോൾ എന്താ കാണുന്നത്? ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ കാണുന്നത് വളരെ ചെറുപ്പത്തില് അബൂ താലിബിന് അല്പം സാമ്പത്തിക പ്രാരാബ്ധങ്ങളുണ്ട്, ഒരുപാട് മക്കളുമുണ്ട്. ആ കൂട്ടത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ്, അലി എന്ന് പറയുന്ന കുഞ്ഞിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുക്കുന്നു.
മുത്തുനബിയാണ് ചെറുപ്പം മുതൽ പോറ്റി വളർത്തുന്നത് അലി ഇബ്നു അബീ ത്വാലിബിനെ. അങ്ങനെ അലിയാരെ പോറ്റി വളർത്തി തന്റെ ശിക്ഷണത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അലിയാര് ഇത് കണ്ടുകൊണ്ട് അതാ ഇസ്ലാം പ്രഖ്യാപിക്കുന്നു. തന്റെ കുടുംബത്തിന്റെ പുറത്തു നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ടവരിലും മുൻഗാമികളിലും പെട്ടയാളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. സ്വന്തം വീട്ടില് ഉള്ളവർ വിശ്വസിച്ചു. പിന്നീട് അലി ഇബ്നു അബീ ത്വാലിബ് വിശ്വസിച്ചു, സയ്യിദ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. ഇതൊക്കെ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചതാ. ഞാൻ പറഞ്ഞു വരുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് മൂന്നാമനായി കടന്നു വരുന്നു. എണ്ണുമ്പോൾ എണ്ണാറുള്ളത് കുട്ടികളുടെ കാര്യം എണ്ണാറില്ല. ഭാര്യ മുസ്ലിമായി. കാരണം ഭാര്യ തന്റെ ഇടം വെച്ചതിന്റെ ശേഷമാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. മക്കളുടെ കാര്യം വാപ്പയും ഉമ്മയും മുസ്ലിമാണ്. അതോടുകൂടെ മക്കളുടെ കാര്യവും പിന്നെ ചർച്ച ചെയ്യാനില്ല. ചെറിയ മക്കളാണ്. അതേസമയം അതല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റുള്ളവരുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഖദീജ ബീവിയെ എണ്ണിയിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖിനെ എണ്ണിയിട്ടുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബിനെ എണ്ണിയിട്ടുണ്ട്. അവരെയൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയാണ്. ഏതാവട്ടെ അലി ഇബ്നു അബീ ത്വാലിബ് മൂന്നാമത്തെയാളായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ വല്ലാതെ സന്തോഷിച്ചു. എന്റെ ഉപ്പയുടെ ദീനിലേക്ക് കടന്നു വരാൻ ബഹുമാനപ്പെട്ട അലിയാർക്ക് സാധിച്ചല്ലോ എന്ന് മാത്രമല്ല, പിന്നീട് ഫാത്തിമയുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതെന്താണ്? ശൈഖുൽ ഹാഷിമിയീൻ, ബനൂ ഹാഷിം കുടുംബത്തിലെ, ഞങ്ങളുടെ ബനൂ ഹാഷിം തറവാട്ടിലെ ഈ വംശത്തിലെ ശൈഖ്, കുടുംബ നേതാവ് ഒന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നെങ്കിൽ എന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി എപ്പോഴും മോഹിച്ചുകൊണ്ടിരുന്നു. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമയെ കുറിച്ച് എഴുതുന്നത് കാണാം. ഫാത്തിമ വല്ലാതെ മോഹിച്ചിരുന്നു. ലൗ യുസ്ലിമു ശൈഖുൽ ഹാഷിമിയീൻ, അബൂ താലിബ് ഒന്ന് മുസ്ലിമായി കിട്ടിയെങ്കിൽ. അബൂ താലിബ് അതാര്? അലിയാരുടെ ഉപ്പ, തന്റെ ഉപ്പയുടെ മുത്താപ്പ അബൂ താലിബ് ഒന്ന് മുസ്ലിമായെങ്കിൽ എന്ന് ഈ ഫാത്തിമ ബീവി എപ്പോഴും കൊതിച്ചിരുന്നു. ആ അബൂ താലിബിനോട് ബഹുമാനപ്പെട്ട ശഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്, പരമാവധി ഞാൻ എല്ലാ അതിർവരമ്പുകളും കടന്നുവന്ന് പരമാവധി ഞാൻ നസീഹത്ത് ചെയ്തത് എന്റെ ഉപ്പക്ക് വേണ്ടിയാണ്. ഈ ദീനിന്റെ കാര്യത്തിൽ എന്നെ ഏറെ സഹായിച്ചയാളും തങ്ങളാണ്. അതുകൊണ്ടൊന്നും മുസ്ലിമാവണം എന്ന മോഹം എനിക്കുണ്ട് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബീവി ഫാത്തിമക്ക് ഇങ്ങനെ മോഹം വരാൻ കാരണം. അതേ രൂപത്തിൽ ബീവി ഫാത്തിമ മനസ്സിൽ മോഹിച്ച ഒരു മോഹമാണ് തന്റെ ഇത്താത്ത സൈനബിന്റെ ഭർത്താവ് അബുൽ ആസ് ഒന്ന് മുസ്ലിമായെങ്കിൽ, അബുൽ ആസ് ഒന്ന് മുസ്ലിമായെങ്കിൽ. അങ്ങനെ മോഹിച്ച് ബനൂ ഹാഷിം മുഴുവനും മുസ്ലിമായി, ഞങ്ങളുടെ തറവാട്ടുകാര് മുഴുവനും മുസ്ലിമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മോഹിച്ചു. പക്ഷേ അള്ളാഹു തീരുമാനിച്ചു തിരുനബി കുടുംബത്തെ പരീക്ഷിക്കണം. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. എന്നിട്ട് ആദർശത്തിൽ എന്നും ആർക്കും മാതൃകയാക്കാൻ പറ്റാവുന്ന വിധം പരീക്ഷിക്കണമെന്ന് അള്ളാഹു തീരുമാനിക്കുകയായിരുന്നു. സമർപ്പണത്തിൽ, ഈമാനിന്റെ വിഷയത്തിൽ, ഇസ്ലാമിന്റെ വിഷയത്തിൽ, ക്ഷമയുടെയും സഹനത്തിന്റെയും കാര്യത്തിൽ തിരുനബി കുടുംബം വലിയ ഒരു മാതൃകയാകണം. ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ടതും ആ തിരുനബി കുടുംബത്തിൽ നിന്ന് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹായാണ്. മറ്റു പെങ്ങന്മാരെയൊക്കെ മറ്റു ഇത്താത്തമാരെയൊക്കെ കെട്ടിച്ചു വിട്ടു. അവര് പുതിയാപ്പിളാരുടെ വീട്ടിലാണ്. എന്നാ നുബുവത്തിന്റെ ശേഷം അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ നുബുവത്തിന്റെ ശേഷം വീണ്ടും ഉപ്പയുടെ മോളായി ജീവിക്കുന്നത് ഫാത്തിമ മാത്രമാണ്. അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നുബുവത്തിന്റെ ശേഷമാണ് മുത്തുനബിക്ക് പ്രയാസമുണ്ടായത്. അവിടെയാണ് കള്ളനെന്ന് വിളിക്കപ്പെട്ടത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തട്ടിപ്പുകാരനാണെന്ന് വിളിക്കപ്പെട്ടത്. അതുവരെ എല്ലാവർക്കും അംഗീകാരമായിരുന്നു. ആരോപണങ്ങളും പ്രയാസങ്ങളും വന്ന നാളിൽ ബഹുമാനപ്പെട്ട ഉപ്പയുടെ കൂടെ നിൽക്കാൻ ഒറ്റ മോളെ ഉണ്ടായിട്ടുള്ളൂ.
എന്തിനാ ഇതിങ്ങനെ പറഞ്ഞു വരുന്നതെന്നറിയോ? ഇനി ഫാത്തിമത്തു ഖിത്അത്തും മിന്നീ ഫമൻ നാദാഹാ ഫഖദ് അദാനി, ഇങ്ങനെയുള്ള ഹദീസുകൾ എടുത്തുകൊണ്ട് ചില ഇസ്ലാമിക വിരോധികള്, ഇസ്ലാമിന്റെ വിരോധികൾ ചരിത്രം എഴുതിയപ്പം പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദിന് ഫാത്തിമയോട് മാത്രം ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു, മറ്റു മക്കൾക്ക് നീതി കൊടുത്തില്ല എന്ന് പറയുന്നവരുണ്ട്. അത് എന്തുകൊണ്ടായിരുന്നു? നീതി കൊടുക്കായികയില്ല. ഇൻഷാ അല്ലാഹ് അതിന് ഉത്തരം ഞാൻ പറയുന്നുണ്ട്. അതിന്റെ മുമ്പ് ഇസ്ലാമിന് വേണ്ടി എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സഹനങ്ങളിലൊക്കെ തന്റെ കൂടെ നിന്ന് തന്നെ ആശ്വസിപ്പിക്കാൻ തന്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരേ ഒരു മോളാണ്. 5 വയസ്സ് കഴിഞ്ഞ മോളാണ് ഓടി നടക്കുന്നത്. നോക്കൂ നിങ്ങൾ, 1-2 അനുഭവങ്ങൾ മാത്രം ഞാൻ പറയട്ടെ. ബീവി ഫാത്തിമയെ പറ്റി പറയുമ്പോ അത് മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. ബഹുമാനപ്പെട്ട ശഫീഉനാ റസൂലുള്ളാഹി കഅബാലയത്തിന്റെ അടുത്തേക്ക് നടന്നു എന്ന് റുക്നുൽ യമാനി ഒന്ന് തൊട്ട് മുത്തിയപ്പോൾ ആ രംഗം മുശ്രിക്കുകൾ കാണേണ്ട താമസം അവര് ചാടി വീണു. ഹത്താ വസബു അലൈഹി വസ്ബത റജുലിൻ വാഹിദ്, എല്ലാവരും കൂടെ റസൂലുള്ളാഹിയുടെ മേലിൽ അങ്ങ് ചാടി വീണു. ഒറ്റ മനുഷ്യൻ വീഴുന്നത് പോലെ എല്ലാവരും കൂടെ അങ്ങ് ചാടി വീണു. എന്നല്ല, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അന്തല്ലദീ യഖൂലു കദാ വകദാ, എടാ നീയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒക്കെ അവർക്കൊന്നും ആരാധനക്ക് അർഹതയില്ല എന്ന് പറയുന്നത് നീയാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് നീയാണോ? നീ റസൂലുള്ളാഹിയാണെന്ന് നീ പറഞ്ഞു നടക്കുന്നുണ്ടോ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടം അക്രമികളുടെ നടുക്ക് നിന്ന് കഅബത്തിന്റെ മുറ്റത്ത് നിന്നാണ് ഈ കയ്യേറ്റം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നഅം അനല്ലദീ ഖാലദാക്, അനല്ലദീ ഖാലദാക്. ആൺകുട്ടിയെ പോലെ പറഞ്ഞു റസൂലുള്ളാഹ്, അത് പറഞ്ഞത് ഞാൻ തന്നെയാണ്, മാറ്റി പറയുന്ന പ്രശ്നമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് ഞാൻ തന്നെയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് പിറകോട്ട് പോകുന്ന കാര്യമില്ല. അപ്പോഴാണ് ഫാത്തിമ ബീവി ഇതൊക്കെ കണ്ടും കേട്ടും റസൂലുള്ളാഹിയുടെ കൈവിരലിൽ തൂങ്ങി ഒപ്പമുണ്ട് ചെറിയ കുട്ടിയാ, 5 ചില്ലറയും വയസ്സ് പ്രായമുള്ള ആ കുട്ടി ഒപ്പമുണ്ട്. അപ്പോഴാണ് ഒരു ദുഷ്ടൻ കയറി ഇങ്ങ് വന്ന് ഫാത്തിമ ബീവി കാണുകയാണ്, യഉഖുദു ബി മജ്മഇ റിദാഇ അബീഹാ സുബ്ഹാന മൻ ജല്ല ജലാലു. ഒരു ദുഷ്ടൻ കയറി ഇങ്ങ് വന്നിട്ട് റസൂലുള്ളാഹി ഉടുത്തിരിക്കുന്ന അരമുണ്ട് കൂട്ടിക്കെട്ടിയ സ്ഥലത്ത് റസൂലുള്ളാഹിയുടെ തുണിക്കെട്ടിലിങ്ങ് പിടിച്ചു. എന്നിട്ട് എന്താടാ നീ പറയുന്നത് എന്ന് ചോദിച്ചു. റസൂലുള്ളാഹിനെ പിടിച്ചങ്ങ് കുലുക്കിയപ്പം ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് കണ്ടു നിൽക്കുന്നുണ്ട്. അബൂബക്കറിന് സിദ്ദീഖിന് താങ്ങാൻ കഴിഞ്ഞില്ല. മുമ്പ് നമ്മൾ ഇവിടെ അവതരിപ്പിച്ച ആദർശ കൊട്ടാരത്തിലെ രാജാവ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞതിനാണോ നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യനെ കൊന്നുകളയാൻ തുനിയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ മുത്തുനബിയെ എതിർക്കുന്ന ശത്രുക്കളുടെ നേരെ അങ്ങ് തിരിഞ്ഞപ്പം അവർക്ക് പിന്നെ റസൂലുള്ളാഹിയെ വേണ്ട. അതോടുകൂടെ അവരുടെ ശത്രു സിദ്ദീഖായി, ആഹാ നിന്നെ പോലെയുള്ളവർ ഇതിന് വളം വെച്ച് കൊടുക്കുന്നുണ്ടല്ലേ, ഇസ്ലാം പുറത്തു വരുന്നേ ഉള്ളൂ, നിന്നെ പോലുള്ളവർ ഇതിന് വളം വെച്ച് കൊടുക്കുന്നുണ്ടല്ലേ, ചാടിപ്പിടിച്ചു. സുബ്ഹാന മൻ ജല്ല ജലാലു, ചാടി പിടിച്ചു എന്നല്ല ബഹുമാനപ്പെട്ടവരെ, താടി പിടിച്ചിട്ട് തള്ളിയിട്ടു, വീഴ്ത്തിയിട്ട് നിലത്തുകൂടെ വലിച്ചങ്ങ് കൊണ്ടുപോയി. എന്നിട്ട് തല പിടിച്ച് നിലത്ത് 2 ഇടി കൊടുത്തു. ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ നമ്മൾ ഓർക്കണം. എന്നിട്ട് വേണം ബദറിൽ പോകാൻ. കഴിഞ്ഞ കൊല്ലം നമ്മൾ പറഞ്ഞല്ലോ, ഇതൊന്നും പറയാതെ ബദർ തുടങ്ങുമ്പോഴാണ് അപകടം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കാമാ പ്രതികരിക്കാത്ത അബൂബക്കറിന് സിദ്ദീഖ്, ഇത്രത്തോളം ചെയ്തിട്ടും കാമാ പ്രതികരിക്കാത്ത മുഹമ്മദുനിൽ മുസ്തഫ, ഇവരെയാണ് നമ്മൾ കാണേണ്ടത്. ഏതാവട്ടെ ഹബീബായ നബി തങ്ങൾ ഇവരുമായി ഏറ്റുമുട്ടാൻ നിൽക്കണ്ട. കഅബാലയത്തിന്റെ അടുത്ത് നിന്ന് പോന്നു. പോരുന്ന സമയത്ത് വേദനയോടെ നടന്നു പോരുമ്പോ
തത്തബിഉഹു ഇബ്നതുഹു, അപ്പോഴും തന്റെ കൂടെ നടക്കുന്ന ഒരു കൊച്ചുമോള്, അതാണ് ബീവി ഫാത്തിമ. ഇത്താത്തമാരി കഥയൊന്നും അറിയുന്നില്ല. അങ്ങനെ വീട്ടിലേക്ക് എത്തോളും അതാ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഈ പൊന്നുമോളുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ വതദ്ദസറ മഖ്റൂറൻ മിൻ ശിദ്ദതി മാ സാബഹു, സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് ഏറ്റ ഈ പ്രയാസങ്ങളൊക്കെ കാരണം അല്ലാഹുവിന്റെ ഹബീബിന് കുലുക്കി പനിച്ചു. അപ്പോൾ നല്ലോണം പുതപ്പിട്ട് മൂടിക്കിടന്നു. വിഷമം സഹിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുതപ്പിട്ട് മൂടിക്കിടന്നു. ഉപ്പയുടെ ചാരത്ത് തന്നെ മോള് ഫാത്തിമയും കിടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ രംഗത്തൊക്കെ കൂടെയുള്ള മകളെ ഒരിക്കലും റസൂലുള്ളാഹിക്ക് മറക്കാൻ കഴിയൂല, കഴിഞ്ഞില്ല. ഒരു രംഗമാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ വിവരിച്ചത്. ഇനി വേണോ ഒരു രംഗവും കൂടെ നമുക്ക് പറയാം. നമ്മുടെ ഹൃദയം പിളർക്കുന്ന ഒരു രംഗം, ഹൃദയം പിളർക്കുന്ന ഒരു രംഗം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ബൈനമാ റസൂലുള്ളാഹി യുസല്ലി ഇൻദൽ ബൈത്ത്. റസൂലുള്ളാഹി ഇസ്ലാമിന്റെ ആദ്യകാലത്താണ്. കഅബാലയത്തിന്റെ അടുത്ത് വെച്ച് നിസ്കരിക്കുക. അന്ന് നിസ്കാരമൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് വരുന്നേ ഉള്ളൂ, രഹസ്യമായിട്ടാണ് നിസ്കരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പരസ്യമായിട്ട് അന്ന് നിസ്കാരം നിർബന്ധാക്കിയിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹി മുമ്പേ നിസ്കരിച്ചു. അബൂജഹലും അവന്റെ കൂട്ടുകാരും കഅബാലയത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുക, കള്ളുകുടിച്ച് മദ്യപിച്ച് കൂത്താടി അവിടെ ഇങ്ങനെ ഇരിക്കുക. അന്ന് കഅബാലയത്തിന്റെ ഉള്ളിലുള്ളതൊക്കെ വിഗ്രഹങ്ങളാണ്, നമുക്കറിയാം. അങ്ങനെ തലേന്ന് അതിന്റെ തൊട്ടടുത്തൊരു ഒട്ടകത്തെ അറുത്തിരുന്നു. തലേന്ന് ഒരു ഒട്ടകത്തെ അറവ് നടന്നിരുന്നു. അബൂജഹൽ ചോദിച്ചു, റസൂലുള്ളാഹി തങ്ങൾ സുജൂദ് ചെയ്യുന്നത് കണ്ടപ്പം, അയ്യുക്കും യഖൂമു ഇലാ സലാ ജസൂരി ബനി ഫുലാൻ ഫയഖുദു, നിങ്ങളെ കൂട്ടത്തിൽ ആർക്കാ ധൈര്യമുള്ളത്? ഇന്നലെ നമ്മളെ ഇന്നാലിന്നവന്റെ തൊടിയിൽ ഒരു ഒട്ടകത്തെ അറുത്തിട്ടുണ്ട്, അതിന്റെ കുടൽമാല അവിടെ ഉണ്ടാകും. ആ കുടൽമാല എടുത്തുകൊണ്ടുവന്നിട്ട് മുഹമ്മദ് സുജൂദ് ചെയ്യുന്ന സമയത്ത് മുഹമ്മദിന്റെ തോളിലിടാൻ ആർക്കാ ധൈര്യമുള്ളത് എന്ന് ഇവൻ ചോദിച്ചു. നോക്കണം നിങ്ങൾ, പ്രയോഗിച്ചത് ഹദീസില് ഈ അബൂജഹലിന്റെ ഈ പ്രമോഷൻ, അബൂജഹൽ ഈ കൊടുത്ത പ്രമോഷൻ ഇത് കേട്ടുകൊണ്ട്, ഈ കയറ്റല് കേട്ടുകൊണ്ട് എന്തു ചെയ്തു? അഷ്ഖൽ ഖൗം, അവിടെ ഉണ്ടായിരുന്നവരിൽ ഏറ്റവും ദുഷ്ടനായ ഒരു മനുഷ്യൻ ഹാലിളകി വരുന്നു. ഒരാൾ അതിനുവേണ്ടി ഇളകി പുറപ്പെടുകയാണ്. അവന്റെ പേരെന്താണ്? ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്ത് ലഅനഹുല്ലാഹ്. ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്ത് ലഅനഹുല്ലാഹ്. ആ പഹയൻ അതിനുവേണ്ടി രംഗത്തേക്ക് വന്നു. എന്നിട്ടത് എടുത്ത് വലിച്ച് കൊണ്ടുവന്ന് അള്ളാന്റെ ഹബീബ് സുജൂദ് ചെയ്തപ്പം രണ്ട് തോളിലൂടെ അങ്ങിട്ടുകൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബ് സുജൂദിൽ നിന്ന് പൊങ്ങുന്നില്ല. ദൂരെ നിന്ന് ഇവർ കൈയടിച്ച് ചിരിക്കുകയാണ്. കണ്ടോ കണ്ടോ, മുഹമ്മദിന് പൊങ്ങാൻ കഴിയുന്നില്ല. അവരിൽ ചിലർ മറ്റു ചിലരുടെ മേൽ വീഴാൻ തുടങ്ങി. എന്ന് പറഞ്ഞാ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പുക എന്ന് നമ്മൾ പറയാറില്ലേ, അതാണ് സംഭവം. ചിരിച്ച് ചിരിച്ച് ഒരാളെ മേലെ വീഴാൻ തുടങ്ങി. ചിരിച്ചിട്ട് നിയന്ത്രണം വിട്ടുപോയി. ആഘോഷിക്കല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ കാട്ടിക്കൂട്ടിയ ഈ ആക്രമങ്ങളെ അവർ ആഘോഷിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, വഅന ഖായിമുൻ അൻദുർ, ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലക്ക് മുഹമ്മദിനോട് അന്ന് എനിക്ക് സഹതാപം തോന്നുന്നുണ്ട്, വിഷമം തോന്നുന്നുണ്ട്. ഇവരൊക്കെ ഭാവിയിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇസ്ലാമിന്റെ ഈമാനിന്റെ നടുക്കണ്ടങ്ങളായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മൾ അവതരിപ്പിച്ചപ്പോ ഈ അബൂജഹലിനെ അവസാനമായി കൊന്നുകളയുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളായിരുന്നു എന്ന് ബദർ അവതരിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയാൻ, ഞാൻ ചെറുപ്പകാലത്ത് ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ
എന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ലൗ കാനത് ലീ മൻഅതുൻ തറഹ്തുഹു അൻ ളഹ്രി റസൂലില്ലാഹ്. പടച്ചോനെ, എനിക്ക് പ്രതിരോധ ശേഷി ഉണ്ടായിരുന്നെങ്കിൽ, ലൗ കാനത് ലീ മൻഅതുൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ നിന്ന് പൊങ്ങാൻ കഴിയാതെ ആ കുടൽമാലയുടെ ചുവട്ടിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരാശയം എന്ത്? എനിക്കെങ്ങാനും പ്രതിരോധ ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയിട്ട് തറഹ്തുഹു അൻ ളഹ്രി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുതുകിൽ നിന്നും അത് എടുത്തു മാറ്റുമായിരുന്നല്ലോ എന്നെനിക്ക് തോന്നിപ്പോയി. പക്ഷേ സാധിച്ചില്ല. കാരണം എന്താ? അവിടെ ഉള്ളവരെ എനിക്ക് ഭയമായിരുന്നു. അവര് വല്ലതും ചെയ്യാൻ തുനിഞ്ഞാൽ എനിക്കത് പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സുജൂദിൽ തന്നെ കിടന്നു. വന്നബിയ്യു സാജിദുൻ മാ യർഫഉ റൗസഹു, തലപൊക്കാതെ സുജൂദിൽ തന്നെ കിടന്നു. അപ്പോഴാണ് അതുവഴി ഹത്തന്തലഖ ഇൻസാൻ, മനുഷ്യപ്പറ്റ് നശിക്കാത്ത ഒരു മനുഷ്യൻ അതിലൂടെ അങ്ങനെ നടന്നുപോയി. അയാൾ മുസ്ലിം ഒന്നും അല്ല, പക്ഷെ ഈ രംഗം കണ്ടപ്പോൾ അയാൾക്ക് വേദനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഇതിൽ ഇടപെടാൻ ധൈര്യവുമില്ല. എന്താ കാരണം? അബൂജഹലും ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്തും ഈ പോക്കിരികളൊക്കെ ഇവിടെ ഉണ്ട്. ഇവരിത് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിൽ ഇടപെടാനുള്ള ധൈര്യവുമില്ല. എന്നാലും എന്ത് ചെയ്തു? പോകുന്ന വഴിയിൽ ഈ രംഗം കണ്ടപ്പോൾ വല്ലാതെ മനസ്സ് നൊന്തു, വേദനിച്ചു. നേരെ പോയിട്ട് ഫഅഖ്ബറ ഫാത്തിമ, സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിന്റെ അടുത്തുകൂടെ അങ്ങ് കടന്നു പോകുമ്പം ഫാത്തിമ ബീവിയുണ്ട് മുറ്റത്ത്. ഉണ്ടോ? ചെറിയ മോളാ, 6-7 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഫാത്തിമ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫജാഅത്ത് വഹിയ ജുവൈരിയ. ശരിക്കും ശ്രദ്ധിക്കണം. ആ ഫാത്തിമയെ കണ്ടപ്പം ഈ മനുഷ്യൻ പറഞ്ഞു, മോളെ, നിന്റെ വാപ്പ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ച് കഴുത്തിലൂടെ ഇട്ടിട്ട് വാപ്പ പൊങ്ങുന്നില്ല. കേൾക്കേണ്ട താമസം. ഫജാഅത്ത്, ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ ഓടി വരുന്നു. വഹിയ ജുവൈരിയ, അന്ന് ഫാത്തിമ ഒരു കൊച്ചു മോളാണ്. വഹിയ ജുവൈരിയ. കണ്ടോ നിങ്ങള് ഫാത്തിമയുടെ ചെറുപ്പം? ജുവൈരിയത്തുൻ, അവിടെ നിന്നൊരു കൊച്ചു ബാലികയാണ്. ജാരിയ എന്ന് പറഞ്ഞ പെൺകുട്ടി, ജുവൈരിയ എന്ന് പറഞ്ഞ കൊച്ചു പെൺകുട്ടി, കൊച്ചു ബാലികയാണ്. അവൾ ഓടി വന്നിട്ട് ഫതറഹ്തുഹു അൻഹു. സുബ്ഹാനല്ലാഹ്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ നിന്ന് എന്ത് ഒരു ഒട്ടകത്തിന്റെ കുടൽമാല അത് ഒറ്റയടിക്ക് എടുത്തു വെക്കാൻ പറ്റൂല. ഉഖബത്ത് ഇബ്നു മുഅയ്ത്ത് കൊണ്ടുവന്നിട്ടതുപോലെ വലിയൊരു മനുഷ്യൻ എന്നെ പ്രയാസപ്പെടണം, പൊക്കണമെങ്കിൽ അതെന്തു ചെയ്തു? പതുക്കെ വലിച്ച് ഒഴിവാക്കി. പിന്നെ കണക്കിന് പറഞ്ഞു ഈ ശത്രുക്കൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ, എന്റെ ഉപ്പയോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തത് നിങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചിട്ടൊരു മകളുടെ വികാരം അവിടെ ശരിക്കങ്ങ് പ്രകടിപ്പിച്ചു. അബൂജഹലോ ഉഖബത്ത് ഇബ്നു മുഅയ്ത്തോ ഒന്നും അനങ്ങിയിട്ടില്ല. കാരണം എന്താ? അതൊരു മകളുടെ വികാരാണ്, വാത്സല്യമുള്ള ഒരു മകളുടെ വികാരാണ്. അത് അവർ കണക്ക് കൂട്ടി. അതിനവരിടപെടാനും ചോദിക്കാനും ഒന്നും വന്നില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കോലത്തിൽ അപമാനിച്ചു, വിഷമിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്. 3 വട്ടം അല്ലാഹുവിന്റെ ഹബീബ് മനസ്സിൽ തട്ടി അങ്ങ് പറഞ്ഞു, പടച്ചോനെ, ഇക്കോലത്തിൽ കണ്ണിൽ ചോരയില്ലാത്ത മർദ്ദനങ്ങൾ നൽകുന്ന ഇവരെ നീ കൈകാര്യം ചെയ്യണേ റബ്ബേ. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് ഫലമ്മാ സമിഉ സൗതഹു ദഹബ അൻഹുമുൽ ലഹ്ഖു. കണ്ടാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം അങ്ങ് പൊങ്ങിയപ്പോ ആത്മാർത്ഥമായി നബി തങ്ങൾ അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ് എന്ന് പറഞ്ഞപ്പോഴേക്ക് ചിരിച്ച് മണ്ണ് കപ്പുന്ന ജവാന്മാര് ചിരിക്കാൻ മറന്നുപോയി. ദഹബ അൻഹുമുൽ ലഹ്ഖു. ഇവർക്ക് ബേജാറുണ്ട്. കാരണം അബൂജഹലിന് അറിയാം റസൂലുള്ളാഹിയാണ്. അറിയാത്തത് കൊണ്ടല്ല, അവർക്കൊക്കെ അത് ബോധ്യപ്പെട്ടതാ. പക്ഷേ വിശ്വസിക്കാൻ മറ്റു പല തടസ്സങ്ങളും ഉള്ളത്. സൂറത്തു യാസീനിൽ അല്ലാഹ് പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലം ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഊൻ. അതാ കുഴപ്പം.
താല്പര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പലർക്കും പലതരത്തിലുള്ള താല്പര്യമാണ്. ചിലർക്ക് മുതലാ പ്രശ്നം, ചിലർക്ക് കുടുംബമാ പ്രശ്നം, ചിലർക്ക് ലീഡർഷിപ്പാണ് പ്രശ്നം. ഇങ്ങനെ തുടങ്ങിയിട്ട് പലർക്കും പലതാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന ഇവർ ഭയപ്പെടുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ചിരിയൊക്കെ പോയി, മുഖം വാടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി തങ്ങള് ഓരോരുത്തർക്കെതിരെ അതാ റസൂലുള്ളാഹി പറയുന്നു, അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ, അല്ലാഹുമ്മ അലൈക ബി ഉത്ബത ഇബ്നു റബീഅ, അല്ലാഹുമ്മ അലൈക ബി ശൈബത ഇബ്നു റബീഅ വൽ വലീദ് ഇബ്നു ഉഖബ വ ഉമയ്യത ഇബ്നു ഖലാഫ് വ ഉഖബത ഇബ്നു അബീ മുഈദ് വദകറ സാബിയ വലം മഹ്ഫദുഹു. ഏഴാമത്തെ ഒരു പഹയന്റെ പേരും കൂടെ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് ഓർമ്മയില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, ഏഴാളുകളെ പറ്റി പറഞ്ഞു. ഏഴാമത്തത് ആരാന്നറിയില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഫവല്ലദീ ബഅസ മുഹമ്മദൻ ബിൽ ഹഖ് ലഖദ് റഅയ്തു അല്ലദീന സമ്മാ സ്വർആ യൗമി ബദർ. അന്ന് റസൂലുള്ളാഹി അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ, അല്ലാഹുമ്മ അലൈക ബി ഉത്ബ, അല്ലാഹുമ്മ അലൈക ബി ശൈബ, ഇങ്ങനെ ഓരോരുത്തരുടെ പേരെടുത്ത് അല്ലാഹുവിന്റെ റസൂൽ 7 ആളുകളെ അന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 7 ആളുകളെയും അന്ന് റസൂലുള്ളാഹി പേരെടുത്ത് പറഞ്ഞവരെയൊക്കെ പിന്നീട് ബദർ യുദ്ധ ദിവസത്തില് മരിച്ചു കിടക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ ബദറിലെ പൊട്ടൻകിണറ്റിലേക്ക് വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സുമ്മ സുഹിബു ഇലൽ ഖലീബി ബദർ, വലിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റവാഹു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈ സംഭവമൊക്കെ ലോകത്ത് നടന്നോ എന്നുള്ളതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നവർക്ക് സംശയമല്ല. മുസ്ലിമിൽ ഒരു റിപ്പോർട്ട് വന്നാൽ പിന്നെ അത് നബി പറഞ്ഞു എന്ന് മുസ്ലിങ്ങൾക്ക് ഉറപ്പാണ്. പറഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഈ പ്രയാസപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ ഒപ്പം നിന്ന ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ. കണ്ട നിങ്ങൾ, ആ സംഭവം ഓർക്കുമ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂലിന് ഓർമ്മ വരും. അന്ന് തന്റെ കഴുത്തിൽ നിന്ന് ആ കുടൽമാല വലിച്ചിറക്കാൻ എന്റെ പൊന്നുമോളെ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എങ്ങനെ മറക്കും? ഫാത്തിമത്തു ഖിത്അത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. പിന്നീട് എന്ത് ചെയ്തു എന്നറിയോ? മുസ്ലിമീങ്ങൾക്ക് നേരെ ഒരു കടുത്ത പ്രയാസം വന്നിരുന്നു, ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ആരൊക്കെയാണോ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ചത് അവർക്ക് ഭക്ഷണം കൊടുക്കരുത്, വെള്ളം കൊടുക്കരുത്, മരുന്നെത്തിക്കരുത്, പീഡിപ്പിക്കണം എന്ന് പറഞ്ഞു ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ ശുഐബ് അബീ താലിബിൽ ഉപരോധം ഏർപ്പെടുത്തി. അബൂ താലിബിന്റെ ഏരിയയിൽ നമ്മൾ സാധാരണ ആജിയാർപ്പടി എന്നൊക്കെ പറയും പോലെയുള്ള ഒരു പ്രയോഗമാണ് ഈ ശുഐബ് അബീ താലിബ് എന്ന് പറഞ്ഞത്. അബൂ താലിബിന്റെ ഏരിയ, അങ്ങനെ ഒരു ഏരിയയിലേക്ക് മുസ്ലിമീങ്ങളെ അങ്ങിട്ടിട്ട് അവരെ ശരിക്ക് ദ്രോഹിക്കാൻ തുടങ്ങി. എന്നിട്ട് വെള്ളമില്ല, ഭക്ഷണമില്ല, മരുന്നില്ല, പ്രയാസപ്പെടുത്തി. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റസൂലുള്ളയും ബഹുമാനപ്പെട്ട ഖദീജുമ്മയും ഈ കൂട്ടത്തിലുണ്ട്, ഈ ഉപരോധത്തിലുണ്ട്. അവരുടെ കൂടെ ബീവി ഫാത്തിമ ശുഐബ് അബീ താലിബിൽ കഴിഞ്ഞുകൂടി വർഷങ്ങളോളം. അതാ ഉപരോധ വർഷങ്ങൾ. അന്ന് മരത്തിന്റെ ഇലകൾ മാത്രം തിന്ന നാളുകളുണ്ട്, മരത്തിന്റെ ഇലകൾ മാത്രം തിന്ന നാളുകളുണ്ട്. അങ്ങനെ അതാ പിന്നീട് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ മക്കയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ശുഐബ് അബീ താലിബിൽ നിന്ന് മക്കയിലേക്ക് തന്നെ അതാ നടന്നു വരുന്നു. എന്തിന്? തന്റെ പ്രിയപ്പെട്ട ഉമ്മ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ അപ്പോഴേക്ക് അങ്ങോട്ട് നീങ്ങി. അങ്ങനെ നീങ്ങിയപ്പോ ആ ഉമ്മായുടെ മരണം കണ്ണുകൊണ്ട് കാണാൻ അവിടെ എത്തി. അത് കഴിഞ്ഞ് വാപ്പ മദീനത്തേക്ക് ഹിജ്റ പോകുന്നു. അതും മക്കയിൽ നിന്ന് കണ്ടു. വാപ്പയുടെ കൂടെ ഫാത്തിമ പോയിട്ടില്ല റളിയല്ലാഹു അൻഹാ. അങ്ങനെ അതാ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കയിൽ ഇനി ആരും ശേഷിക്കുന്നുണ്ടെന്ന് പറയാൻ വയ്യ. ആ കോലത്തിലാ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 50-ാമത്തെ വയസ്സിൽ ബീവിക്ക് 65 വയസ്സായപ്പം ബഹുമാനപ്പെട്ട ബീവി വഫാത്തായി. 53-ലാണല്ലോ ഹിജ്റ പോകുന്നത്. 53-ലാ ഹിജ്റ പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഹിജ്റ എന്ന് പറഞ്ഞാൽ ബീവി ഖദീജ ഉമ്മയുടെ വിയോഗത്തിന്റെ ശേഷം പിന്നെയും 3 കൊല്ലം കഴിഞ്ഞിട്ടാണ്.
3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹിജ്റ നടക്കുന്നത്. ആ സമയത്ത് വാപ്പായുടെ ഹിജ്റയും കണ്ടു. വാപ്പ ഹിജ്റ പോയതിന്റെ തൊട്ടു പിറകിൽ തന്നെ അതാ പോകുന്നു അലി ഇബ്നു അബീ ത്വാലിബ്. അന്ന് അലിയാരുമായുള്ള കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അലിയാരുമായുള്ള കല്യാണങ്ങളൊന്നും അന്ന് നടന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ പിന്നെ മദീനത്ത് വന്നിട്ടാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ ഓർക്കുകയാണ്, അലി ഇബ്നു അബീ ത്വാലിബ് ഉപ്പായുടെ പിറകിൽ തന്നെ പോയി. ഉപ്പ പോയതിന്റെ ശേഷം 3 ദിവസമാണ് മക്കയിൽ താമസിച്ചത്. അതെന്തിന്? ഉപ്പയുടെ വദിയഅത്ത് സ്വത്തുകൾ, ഉപ്പനെ വിശ്വസിച്ചേൽപ്പിച്ച അല്ലമീനെ വിശ്വസിച്ചേൽപ്പിച്ച കുറെ സ്വത്തുകൾ ഉണ്ടായിരുന്നു. ആ സ്വത്തുക്കളൊക്കെ അതിന്റെ ഉടമകൾക്ക് തിരിച്ചു കൊടുക്കാൻ അലി ഇബ്നു അബീ ത്വാലിബിനെ ഏൽപ്പിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹും രാത്രിയിൽ പോവുകയാണ്. ഫാത്തിമ ബീവി മക്കയിലുണ്ട്, തന്റെ സഹോദരി ഉമ്മു കുൽസൂമും ഉണ്ട്. 2 പേരും മക്കയിലുണ്ട്. 2 പേരും മക്കയിൽ നിൽക്കുന്നുണ്ട്. മറ്റുള്ളവർ 2 പേരും ഭർത്താക്കന്മാരുടെ അടുത്താണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് വാപ്പയുടെ അടുത്ത് നിന്ന് ഒരു ദൂതൻ വരുന്നത്. എന്തിന്? ആ ദൂതന്റെ പിന്നാലെ 2 ആളും മദീനയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് വാപ്പ മദീനയിൽ നിന്ന് തന്റെ മക്കളെ മദീനയിലേക്ക് എത്തിക്കാൻ മക്കയിലേക്ക് ഒരു ദൂതനെ വിട്ടു. ആ ദൂതൻ വന്നു, കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കി. ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ ദാറുൽ മുസ്തഫ നബി തങ്ങളുടെ വീട് അടച്ചു. മറ്റു പല മുസ്ലിമീങ്ങളുടെയും വീടുകൾ കൊട്ടിയടക്കപ്പെട്ടതുപോലെ അതാ ഈ വീടും കൊട്ടിയടച്ചു. ആരും ഇല്ല. അവരിറങ്ങി. കൂടുതൽ ശാന്തമായി സമാധാനത്തോടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. യാത്ര കൂടുതൽ സുരക്ഷിതമായില്ല. കുറച്ചങ്ങെത്തിയപ്പോഴേക്ക് ഉമ്മുൽ ഖുറയോട്, മക്കയോട് യാത്ര ചോദിക്കാൻ നിൽക്കുമ്പോഴേക്ക് മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തില് വളരെ മോശപ്പെട്ട നീചരും നികൃഷ്ടരുമായ കുറച്ചാളുകൾ മുത്തുനബിയുടെ പുന്നാര മോളെ പിന്നാലെ കൂടി ഫാത്തിമയെയും ഉമ്മു കുൽസൂമിനെയും വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങി. അതിന് നേതൃത്വം നൽകിയത്, അന്നതിന് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് നേതൃത്വം നൽകിയത് അന്ന് ഹുവൈരിസ് ഇബ്നു നുഖൈദ് എന്ന് പറയുന്ന ലഅനത്തുല്ലാഹി അലൈഹി ഈ പഹയനാണ്. അവസാനം ഇവർ 2 പേരും സഞ്ചരിച്ചിരുന്ന ഒട്ടകം, ആ ഒട്ടകത്തെ ഇവർ എറിഞ്ഞു വീഴ്ത്തുകയാണ്. ആ സമയത്ത് ഒട്ടകം വേദനിച്ചപ്പോൾ ഓടി ഇവരെ 2 പേരെയും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കുലുക്കി എറിഞ്ഞുകൊണ്ട് ഒട്ടകം ഓടിപ്പോവുകയാണ്. ആ ഒട്ടകത്തെയും അവർക്ക് കിട്ടിയില്ല. ഒട്ടകത്തെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി. പിന്നീട് മദീനയിലേക്കുള്ള ബാക്കി സ്ഥലങ്ങള് വസാറത ബഖിയത ത്വരീഖ് ഇലൽ മദീനത്തി റാജിലതൈൻ. പിന്നെ മദീനയിലേക്ക് ആ കൊച്ചുകുട്ടിയായ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമയും തന്റെ ഇത്താത്ത ഉമ്മു കുൽസൂമും കാൽ നടക്കാരായിട്ടാണ് മദീനയിലേക്ക് ചെല്ലുന്നത്. ഈ രംഗം കണ്ടിട്ട് ഹുവൈരിസിനെ ശപിക്കാത്ത ഒരാളും മക്കത്ത് പോലും ഇല്ലായിരുന്നു. എന്ത് കണ്ണിൽ ചോരയില്ലാത്ത പണിയാണിത്, പോകുന്ന വഴിക്ക് പോയിക്കോട്ടെ എന്ന് വെച്ചാ പോരെ, പോകുമ്പോഴും ഇങ്ങനെ ദ്രോഹിക്കണോ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ഇവരുടെ 2 പേരുടെയും പൊന്നുപ്പ എന്ത് മറന്നാലും അവർക്കിത് മറക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പിന്നീട് ഹിജ്റ 8-ാം വർഷം മക്കം ഫത്ഹായപ്പോൾ അതാ അന്ന് കഅബാലയത്തിന്റെ ചുറ്റും ആലില പോലെ വിറക്കുന്ന ഖുറൈശികളെ നോക്കിക്കൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി അവർക്കൊക്കെ പൊതുമാപ്പ് കൊടുത്തപ്പം ചിലരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, അവര് കഅബയുടെ കില്ല പിടിച്ചു നിൽക്കുകയാണെങ്കിലും വധിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ഹുവൈരിസിന്റെ നാമമുണ്ടായിരുന്നു. എന്താ കാരണം? ഈ ഹുവൈരിസ് അന്ന് ബീവി ഫാത്തിമയോട് ചെയ്തത് മറക്കാൻ കഴിയാത്തതാണ്. ആ ഹുവൈരിസിനെ കൊല്ലാൻ അന്ന് ഭാഗ്യം കിട്ടിയത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബിനാണ് എന്നതും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചരിത്രത്തിന്റെ ഒരു നിയോഗം എന്ന് വേണമെങ്കിൽ പറയാം. അത് ബഹുമാനപ്പെട്ടവരാണ് നിർവഹിച്ചത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ മദീനയിലേക്ക് ചെന്നു. മദീനയിലേക്ക് ചെന്നതിന് ശേഷം കൂടുതൽ കാലം കഴിഞ്ഞില്ല. അപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് എത്തിയതോടുകൂടെ അതാ പതുക്കെ പതുക്കെ അലിയാരുമായുള്ള കല്യാണത്തിലേക്ക് അടുക്കുകയാണ്. അഭിപ്രായങ്ങൾ വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാമത്തെ വയസ്സിലാണ് ആര് ജനിക്കുന്നത്?
ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ ജനിക്കുന്നത് 45 ആകുമ്പോൾ 10 വയസ്സായി. 55ലേക്ക് 20 വയസ്സ്. 53ലേക്ക് എത്ര വയസ്സാവും? റസൂലുള്ളാഹിക്ക് 53 വയസ്സാകുമ്പോൾ ഫാത്തിമ ബീവിക്ക് എത്ര വയസ്സാവും? 18 വയസ്സല്ലേ? 18ാമത്തെ വയസ്സിലാണ് അലിയാരുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. 18ാമത്തെ വയസ്സിലാണ് അലിയാരുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് അംഗീകരിച്ച വയസ്സാണ് 18ാമത്തെ വയസ്സ്. ഇതിനെന്തെല്ലാം ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നറിയോ നിങ്ങൾ? ഇസ്ലാമിക വിരോധികൾ ചരിത്രം എഴുതുമ്പോൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്താ? ഫാത്തിമ ബീവി അല്പം ഏജ് ഓവർ ആയി പോയി. കല്യാണം കഴിക്കാൻ കുറച്ച് താമസിച്ചു പോയി. കാരണം അന്നത്തെ ചുറ്റുപാട് വെച്ച് 9 വയസ്സ് 10 വയസ്സ് എല്ലാവരും അന്ന് കല്യാണം കഴിക്കാറുള്ളത് അങ്ങനെയാണ്. അറേബ്യൻ സാഹചര്യത്തിൽ അതിനുള്ള ബുലുവും കാര്യമൊക്കെ പെണ്ണിനാവും ചെയ്യും. അപ്പൊ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു. അത് പോയിട്ട് 18 വരെ പോയപ്പോ സ്വാഭാവികമായിട്ടും പറയുന്നവർക്ക് സുഖമുണ്ട് പറയാൻ, വിമർശിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ശത്രുക്കൾ വിമർശിക്കുന്നുണ്ടെന്ന് കരുതി ചില ആളുകള് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമക്ക് വയസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് നുബുവത്തിന്റെ ശേഷമാണ് ഫാത്തിമ ബീവി ജനിച്ചത് എന്നൊക്കെ പറയാൻ ശ്രമിച്ചു. അതിന്റെ ഒന്നും ആവശ്യമല്ല. മനഃപൂർവ്വം ചില കളികൾ കളിക്കാം, അതിന്റെ ആവശ്യമല്ല. എന്തുകൊണ്ട്? എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതേ സംഗതി ഖദീജ ബീവിയുടെ കാര്യത്തിൽ ചെയ്യണ്ടേ? ഖദീജ ബീവിക്ക് 40 വയസ്സല്ലേ? റസൂലുള്ളാഹിക്ക് 25 വയസ്സല്ലേ? പ്രായം ഒരുമിച്ചല്ലല്ലോ. അതും കേൾക്കുമ്പോ ഒരു പ്രയാസം തോന്നുന്നില്ലേ? പെണ്ണിന് വയസ്സ് കൂടി, ആണിന് കുറഞ്ഞു. ബഹുമാനപ്പെട്ട ആയിഷ ബീവി വളരെ ചെറിയ പ്രായമാണ്, റസൂലുള്ളാഹിക്ക് പ്രായമുണ്ട്. അതൊന്നും അന്നൊരു വിഷയമേ അല്ല, അറബികൾക്കിടയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല. കാരണം എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചർച്ച ചെയ്യേണ്ടതില്ല. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം നല്ല ഫിറ്റായ കല്യാണമായി. 18 വയസ്സ് ഫാത്തിമ ബീവിക്ക്, 21 വയസ്സ് അലിയാർക്ക്. 21 വയസ്സാണ് അലിയാർക്ക്. 3 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. 3 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. പുതിയാപ്പിളയും പുതിയണ്ണും തമ്മില്, ഭാര്യയും ഭർത്താവും തമ്മില് നല്ല ഫിറ്റായ കല്യാണമാണ്. ബഹുമാനപ്പെട്ട മഹദി എന്തുകൊണ്ട് ഇത്രയും കാലം നിന്നു? അവിടെയാണ് അതിനൊരു ഉത്തരം കാണേണ്ടതുണ്ട്. റസൂലുള്ളാഹി എല്ലാ മക്കളെയും നേരത്തെ കെട്ടിച്ചിട്ടുണ്ട്. ഫാത്തിമ ബീവിയെ പലപ്പോഴും അന്വേഷണങ്ങൾ വന്നതാ, പക്ഷേ ഫാത്തിമ ബീവി സമ്മതിച്ചില്ല. അന്വേഷണങ്ങൾ വന്നപ്പോഴൊന്നും സമ്മതിച്ചില്ല. കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയോ? കല്യാണം വേണ്ടാന്ന് പറയാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ എന്തുകൊണ്ടാ മോളെ നീ കല്യാണം വിസമ്മതിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, എന്റെ ഉപ്പാക്ക് ഖിദ്മ ചെയ്യാൻ ഒരാളില്ല. എന്റെ ഉപ്പാക്ക് വസ്ത്രമലക്കി കൊടുക്കണം, ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കണം, ഇത്തരം ഖിദ്മകളൊക്കെ ചെയ്യാൻ ഉമ്മ വഫാത്തായി. പിന്നെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് സൗദാ ബീവി. അപ്പോഴും അതിന് തയ്യാറായില്ല. കാരണം സൗദാ ബീവി നല്ല പ്രായമുള്ളയാളാണ്, നല്ല പ്രായമുള്ള പെണ്ണായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആയിഷ ബീവിയെ കല്യാണം കഴിച്ചപ്പോ, പിന്നീട് ഫാത്തിമ ബീവിയോട് കല്യാണം ആലോചിച്ചപ്പോ ഫാത്തിമ പറഞ്ഞു, ഇന്നെന്റെ ഉപ്പ സുരക്ഷിതനാണ്, എന്റെ ഉപ്പക്ക് ശരിക്കൊരു താങ്ങും തണലുമായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കാൻ നല്ല ഒരു ചെറുപ്പക്കാരി കൂടെയുണ്ട്, ഇനി വേണമെങ്കിൽ കല്യാണമാകാം. അങ്ങനെയാണ് കല്യാണത്തിലേക്ക് വരുന്നത്. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഫാത്തിമക്ക് റസൂലുള്ളാഹി പേര് വെച്ചത് ഫാത്തിമ എന്നാണ്. ഈ പേര് വരാനുണ്ടായ കാരണം എന്താണ്? പണ്ഡിതന്മാര് പറഞ്ഞു, ഫാത്തിമ എന്ന് പറഞ്ഞാൽ മുറിക്കുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. ഫാത്തിമ മുറിക്കുന്നവൾ എന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫാത്തിമ കാരണമായി നരകത്തെ മുറിച്ചു. ഫാത്തിമയുടെ മക്കളെ തൊട്ട് പോലും ഫാത്തിമ നരകം ഹറാമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പേര് വരാൻ കാരണമെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. അവിടുത്തെ ഓമന പേര് സഹ്റ എന്നാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചെടിയിലെ പുഷ്പമാണ്
ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ. അതാണ് സഹ്റ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മറ്റൊരോമന പേര് ബത്തൂൽ എന്നാണ്, ഫാത്തിമത്തുൽ ബത്തൂൽ എന്നാണ്. ബത്തൂൽ എന്ന് പറഞ്ഞാൽ മറ്റ് സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തയായ പെണ്ണ്, മറ്റു സ്ത്രീകളിൽ നിന്നും എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തയായ പെണ്ണ് എന്നാണ്. ഡിഫറന്റ് ആണ് ഫാത്തിമ. ഏത് വിഷയത്തിൽ? സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ അങ്ങനെയാണ്, മഹത്വത്തിന്റെ വിഷയത്തിൽ അങ്ങനെയാണ്, എല്ലാ കാര്യം കൊണ്ടും ക്ഷമയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. മാത്രമല്ല അൽ ബത്തൂൽ എന്നതിന് മറ്റൊരർത്ഥം അൽ മുൻഖത്തിഅതു ഇലല്ലാഹ്, പടച്ച റബ്ബിലേക്ക് മനസ്സുകൊണ്ട് മുറിഞ്ഞിറങ്ങിയ പെണ്ണാണ് ബിബി ഫാത്തിമ. ഈ ഫാത്തിമക്ക് വാനലോകത്ത് മറ്റൊരോമന പേരുണ്ടായിരുന്നു. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നുകൊണ്ട് പറയുകയാണ്, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്താണ് ഈ മകളുടെ ഷറഫ്, ബഹുമാനമെന്ന്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചു, നബിയേ, തങ്ങളെ മോളെ പറ്റി ഞങ്ങള് വാനലോകത്ത് ഒരോമന പേര് വിളിക്കാറുണ്ട്. തങ്ങളെ മോളെ ഞങ്ങൾ പരിചയപ്പെടുത്തി സംസാരിക്കുമ്പോ ഒരു പേര് പറയാറുണ്ട്, തങ്ങൾക്കറിയോ ആ പേര്? ഇല്ല. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, എന്താണ്, പറഞ്ഞു തരൂ. അവിടുന്ന് പറഞ്ഞു, ഉമ്മു അബീഹാ, ഉമ്മു അബീഹാ. സംഗതി മകളാണ്, പക്ഷേ അവളുടെ വാപ്പാന്റെ ഉമ്മ എന്നാ ഞങ്ങൾ വിളിക്കാറുള്ളത്. കാരണം ഒരു ഉമ്മ തന്റെ കൊച്ചുകുട്ടിക്ക് ചെയ്തു കൊടുക്കുന്നത് പോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, വസ്ത്രമലക്കി കൊടുക്കുന്നു, വീട് പരിപാലിക്കുന്നു. കല്യാണം പോലും കഴിഞ്ഞ് പരിചയമില്ലാത്ത ബീവി ഫാത്തിമ ഉപ്പയെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കുകയാണ്. മകളും വാപ്പയുമാണെങ്കിലും ഞങ്ങൾ വാനലോകത്ത് പറയാറുള്ളത് ഉമ്മു അബീഹാ, വാപ്പാടെ ഉമ്മ എന്നാണ് നിങ്ങളെ മോളെ ഞങ്ങൾ വിളിക്കലെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹിക്ക് ഈ കാരണങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമയോടായിരുന്നു. റളിയല്ലാഹു അൻഹ. ഫാത്തിമ ശുജറത്തുൻ മിന്നി, ഫാത്തിമ എന്റെ ഒരു കഷ്ണമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, ഫാത്തിമ എന്നിൽ നിന്നുള്ള ഒരു കഷ്ണമാണ്. യബ്സുതുനി മാ യബ്സുതുഹാ വയഖ്ബിലുനി മാ യഖ്ബിലുഹാ, യബ്സുതുനി മാ യബ്സുതുഹാ വയഖ്ബിലുനി മാ യഖ്ബിലുഹാ. ഇമാം ഹക്കീമും തബറാനിയും ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? യബ്സുതുനി മാ യബ്സുതുഹാ വയഖ്ബിലുനി മാ യഖ്ബിലുഹാ. ആ ഫാത്തിമക്ക് സന്തോഷം തോന്നിപ്പിക്കുന്നതൊക്കെ എനിക്ക് സന്തോഷം നൽകും. ഫാത്തിമയെ ഇടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെയും ഇടുക്കും എന്ന് പറഞ്ഞാൽ, ഫാത്തിമ സന്തോഷിക്കുമ്പോ ഞാൻ സന്തോഷിക്കും, ഫാത്തിമ ദുഃഖിക്കുമ്പോ ഞാൻ ദുഃഖിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട അബൂ ഹംദല റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഒരിക്കൽ മുത്തുനബി പറഞ്ഞു, ഇന്നമാ ഫാത്തിമതു ബുദ്അതു മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. കറുത്തൊന്നു തന്നെയാണ്. ഫമൻ ആദാഹാ ഫഖദ് ആദാനി, അതുകൊണ്ട് ഫാത്തിമാനെ ആരെങ്കിലും ശല്യം ചെയ്താൽ അവൻ എന്നെയാണ് ശല്യം ചെയ്തത്. ഈ ഒരൊറ്റ ഹദീസായിരുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഫാത്തിമയെ നോവിക്കരുതെന്ന നിർബന്ധം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടാകാനുണ്ടായിരുന്ന കാരണം. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. എല്ലാവരും രണ്ട് കല്യാണം കഴിച്ചോല, എല്ലാവരും രണ്ട് കല്യാണം കഴിച്ചോളാം. അലിയാര് മാത്രം കഴിച്ചില്ല. എപ്പോ? ഫാത്തിമ ബീവി വഫാത്താകുന്നത് വരെ കഴിച്ചില്ല. ഫാത്തിമ ബീവി വഫാത്തായതിന്റെ ശേഷം പിന്നെ കഴിച്ചിട്ടുണ്ട്. കഴിക്കണമല്ലോ, അനിവാര്യമാണ്. അതിന്റെ മുമ്പ് കഴിച്ചിട്ടില്ല. കഴിക്കാത്തതിന്റെ കാരണം പലരും ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞത് ആ സംഭവമൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ വിശദമായിട്ട് പറയാൻ പോകുന്നു. നീണ്ട സംഭവങ്ങളാണ്. അലിയാരെ പോലെ ഒരു ചെറുപ്പക്കാരനെ കണ്ടാൽ കെട്ടിച്ചു കൊടുക്കാതിരിക്കാൻ ആർക്കാ തോന്നുന്നത്? അപ്പൊ മറ്റുള്ളവരൊപ്പം കൂടും, സ്വാഭാവികമാണ്. അവരൊപ്പം കൂടിയപ്പോ അലിയാര് കല്യാണം കഴിക്കാൻ ഒരുങ്ങുമ്പോഴേക്ക് ഫാത്തിമയുടെ മനസ്സ് വേദനിച്ചപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി മിമ്പറിൽ നിന്ന് ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. റസൂലുള്ളാഹിക്ക് ഫാത്തിമയോട് വലിയ സ്നേഹമായിരുന്നു. ഫാത്തിമയോട് മാത്രമല്ല, ഫാത്തിമയുടെ ഭർത്താവ് അലിയാരോടും വലിയ ഇഷ്ടമായിരുന്നു. അലിയാരുടെയും ഫാത്തിമയുടെയും കല്യാണത്തിലേക്ക് നമുക്ക് വരാം. അതിന്റെ മുമ്പ് ഈ സ്നേഹം പറയുമ്പോൾ ഒന്ന് പറയാൻ, അലിയാരോടും വലിയ ഇഷ്ടമായിരുന്നു, ഫാത്തിമയോടും വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുനാ അഹബ്ബു ഇലൈക അന അം ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂലേ, അലി ഇബ്നു അബീ ത്വാലിബ് ചോദിക്കുകയാണ്, അയ്യുനാ അഹബ്ബു ഇലൈക, ഞങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്?
അന അം ഫാത്തിമ, എന്നോടാണോ ഇഷ്ടം ഫാത്തിമയോടാണോ ഇഷ്ടം? ശരിക്കും കുടുങ്ങിപ്പോകുന്ന ഒരു സ്ഥല, രണ്ടാളി ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി കേട്ടോ, ഫാത്തിമത്തു അഹബ്ബു ഇലയ്യ മിൻക, ഫാത്തിമത്തു അഹബ്ബു ഇലയ്യ മിൻക, ഫാത്തിമ നിങ്ങളെക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടയാളാണ്. വ അൻത അഅസ്സു അലയ്യ മിൻഹാ, അലി നിങ്ങളാണെങ്കിലോ എനിക്ക് ഫാത്തിമയേക്കാൾ വേണ്ടപ്പെട്ടവനുമാണ്. എന്താ മറുപടി? ഫാത്തിമ നിങ്ങളെക്കാൾ എനിക്ക് ഫാത്തിമാനെ ഇഷ്ടാണ്, നിങ്ങളാണെങ്കിലോ ഫാത്തിമയേക്കാൾ എനിക്ക് വേണ്ടപ്പെട്ടവനുമാണ്. വഇന്നി വഅൻത വൽ ഹസനു വൽ ഹുസൈൻ, ഞാനും നിങ്ങളും ഹസനും ഹുസൈനും ഉഖൈലും ജഅഫറും ഫിൽ ജന്ന, നമ്മളെ കുടുംബം മൊത്തം സ്വർഗ്ഗത്തിലാണ്. ശഫീഉനാ റസൂലുള്ളാഹി. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ, ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ, സഹോദര സഹോദരിമാരായിട്ട് നാളെ സ്വർഗീയ കട്ടിലുകളിൽ ഫേസ് ടു ഫേസ് ആയി മുഖാമുഖം നമ്മൾ ഇരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ആയത്തോതി സ്വർഗാവകാശികളുടെ ഇരുത്തം പറയുന്നിടത്ത് പറയുന്നുണ്ട്. ആ ആയത്തോതിയിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനിപ്പിച്ചു. രണ്ടാളെയും എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ കുടുങ്ങാത്തൊരു മറുപടി. ചിലപ്പോ കുടുങ്ങുന്നിടത്ത് അങ്ങനെ പറയേണ്ടി വരും അല്ലേ? ഈ ഹദീസ് വായിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നത് അതാ. കാരണം അലിയാർ ഇങ്ങനെ വന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി ശരിക്കും ഇന്ന് മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു സമയമാണുള്ളത്. എന്ത് തീരുമാനം പറയണം, എന്താ മറുപടി പറയാം? അപ്പൊ ഇങ്ങനെ ഒരു മറുപടി പറയാം, നല്ല യുക്തമായൊരു മറുപടി. പണ്ട് ഉസ്താദിനോട് ഒരിക്കൽ പത്രക്കാര് ചോദിച്ചു, രണ്ടാള് മത്സരിക്കാൻ നിൽക്കുന്നു, രണ്ടാളും ഉസ്താദിന് വേണ്ടപ്പെട്ടവരാണ്, രണ്ടാളും കൂടെ മത്സരിക്കാൻ നിന്ന സമയത്ത് രണ്ടാളും മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഉസ്താദെ, രണ്ടും നിങ്ങളുടെ തൊട്ടടുത്ത ആളുകളാണല്ലോ, എന്താണ് തങ്ങളുടെ പ്രതികരണം? CM ഇബ്രാഹിം മുരളിയുമായിരുന്നു അന്ന് ഉസ്താദ്, അന്ന് അവരെ പറ്റിയായിരുന്നു അത് പറഞ്ഞിരുന്നത്. CM ഇബ്രാഹിം ജയിക്കും വേണം, ഉസ്താദ് പറഞ്ഞു CM ഇബ്രാഹിം ജയിക്കും വേണം, മുരളി തോൽക്കും ചെയ്യരുത് എന്നതുപോലുള്ള ഒരു മറുപടിയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഉസ്താദ് അന്ന് മറുപടി പറഞ്ഞു. പത്രങ്ങളൊക്കെ അത് രസാവഹമായിട്ട് എഴുതിയിരുന്നു, കാന്തപുരത്തിന്റെ പ്രസ്താവന എന്ന് പറഞ്ഞിട്ട്. ചോദിച്ചപ്പോ മറുപടി കൊടുത്തത് അതാണ്, ആരെയും പിണക്കാത്തൊരു മറുപടി എന്നതുപോലെ ആണ് ഇവിടെ മറുപടി നൽകിയത്. ഫാത്തിമത്തു അഹബ്ബു ഇലയ്യ മിൻക വ അൻത അഅസ്സു അലയ്യ മിൻഹാ. ആരോടാ സ്നേഹം എന്ന് അപ്പോഴും കൺഫ്യൂഷൻ ആവുകയാണ്. അത്തരത്തിലുള്ള മറുപടിയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹബ്ബുൻ നിസാഇ ഇലയ്യ ആയിഷ. ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആയിഷയാണ്. റളിയല്ലാഹു അൻഹാ. അപ്പൊ ഈ പറഞ്ഞതും അതും തമ്മിൽ എതിരില്ലേ? ഇല്ല. അത് റസൂലുള്ളാഹി തങ്ങൾ അത് പറയുന്ന സമയത്ത് നിലവിലുള്ള ഭാര്യമാരെ കുറിച്ചാണ് പറഞ്ഞത്. ഭാര്യമാരെ കുറിച്ചാ പറഞ്ഞത്. തന്റെ ഭാര്യമാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയോടാണ്, അതെന്നെ അതിലേറെ ഇഷ്ടം ഖദീജയോടാ. പക്ഷേ ആ ഖദീജ ബീവി അന്ന് വഫാത്തായിട്ടുണ്ട്. അന്ന് നിലവിലുള്ള ഭാര്യമാരുടെ കൂട്ടത്തിൽ ഇഷ്ടം ആയിഷയോടാണ് എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാതെയാണ് ചില ചരിത്രകാരന്മാർ തെറ്റിദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമയല്ലാത്ത മക്കൾക്ക് നീതി കൊടുത്തില്ല എന്ന് പറഞ്ഞത്. ആ മക്കൾക്ക് അതിന് പരാതി ഉണ്ടായിട്ടില്ല. അവിടെയാ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം പരാതി ഉണ്ടാവുക ആരൊക്കെ? മക്കൾക്കാ. ആ വാപ്പ മക്കളെ രണ്ടിട്ടൊന്ന് കാണിച്ചു നോക്കണ്ടേ? അപ്പൊ ആദ്യം പരാതി വരെ മക്കളെടുത്തുന്ന. അത് നാട്ടുകാരൊന്നും പറയണ്ട, നാട്ടുകാർ മക്കൾ പറഞ്ഞിട്ടാ കേൾക്കുക. അങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടില്ല, കാരണം അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ എന്താ വിഷയം? ഇങ്ങനെ പറയാൻ കാരണം ഇസ്ലാമിക ആദർശ രംഗത്ത് അനുഭവിച്ച പീഡനങ്ങളിലൊക്കെ നിഴലുപോലെ ഒപ്പം നിന്നിരുന്ന ഒരു മഹദിയാണ്, തന്റെ പൊന്നുമോളാണ് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഇനി ഫാത്തിമയോട് ഇങ്ങനെയൊക്കെ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞു എന്നതിന്റെ പേരിൽ മറ്റുള്ളവരോട് ഇല്ല എന്ന് പറഞ്ഞു എന്ന് വരുമോ? മൂമിനായതിന്റെ ശേഷം ഈ സഹനങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഇത് പറഞ്ഞേ ഉള്ളൂ.
ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഇത്താത്തമാരൊക്കെ നേരത്തെ തന്നെ വഫാത്താകുന്നു. അതിന്റെ ശേഷം ഫാത്തിമയോട് ഈ സ്നേഹം, അവർക്കെല്ലാവർക്കും കൂടെയുള്ള സ്നേഹം ഫാത്തിമക്ക് മാത്രം കിട്ടുകയാണ് പിന്നീട് ചെയ്തത്. അങ്ങനെയും വേണമെങ്കിൽ പറയാം. അതിൽ തന്നെ ഹുസൈൻ എന്ന കുട്ടി ജനിച്ചതിന്റെ ശേഷം ഫാത്തിമയോട് റസൂലുള്ളാഹിക്കുണ്ടായിരുന്ന സ്നേഹം അതിന്റെ മുമ്പില്ലായിരുന്നു. മാനസികമായ ഒരു ഭാര്യയോട് കൂടുതൽ സ്നേഹം തോന്നാ, ഒരു കുട്ടിയോട് കൂടുതൽ സ്നേഹം തോന്നാ, അത് മനുഷ്യ സഹജാണ്. പക്ഷേ അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചെയ്യരുത്. അത് റസൂലുള്ളാഹി തന്നെ വിരോധിച്ചതല്ലേ? അള്ളാന്റെ റസൂൽ എങ്ങനെ ഇത് ചെയ്യോ? കാരണം എന്താ? ഒരു കുട്ടിക്ക് മാത്രം ഉമ്മ കൊടുത്ത് മറ്റേ കുട്ടിക്ക് ചുംബിക്കാതെ ആ കുട്ടിയെ മാറ്റി നിർത്തിയപ്പോ അള്ളാന്റെ ഹബീബ് വല്ലാഹി മാ അദൽത ബൈനഹുമാ എന്ന് പറഞ്ഞ് ഇടപെട്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ കുഞ്ഞിനെയും കൂടെ എടുത്തൊരു ഉമ്മ കൊടുക്ക് എന്ന് പഠിപ്പിച്ചവരാണ് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. ആ സംഭവം പറയുന്നത് കാണാം. അങ്ങനെ ഞാൻ എന്റെ കണ്ണുകൊണ്ടൊരിക്കൽ കണ്ടിട്ടുണ്ട്. ഏതാവട്ടെ, ബഹുമാനപ്പെട്ട ഫാത്തിമയുടെ കല്യാണം, ഫാത്തിമ ബീവിയുടെ കല്യാണം, അതിലേക്ക് നമുക്ക് കടന്നു വരാം. ഫാത്തിമക്ക് യുവത്വം പൂർണ്ണമാകുന്നു. നല്ല യുവതിയായി 18 വയസ്സ് പൂർണ്ണമായപ്പം അലിയാര് 21ാമത്തെ വയസ്സിൽ, അലിയാര് ഫാത്തിമക്ക് മുമ്പും അതുപോലെ തന്നെ ഫാത്തിമ നിലവിലുള്ളപ്പം വഫാത്താകുന്നത് വരെയും ഒരു കല്യാണവും വേറെ കഴിച്ചിട്ടില്ല. ഒരു കല്യാണവും വേറെ കഴിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തീർച്ചയായും ആ കല്യാണം അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം നടന്ന കല്യാണം. അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം നടന്ന കല്യാണമാണ് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമയുടെ കല്യാണം. ആ സംഭവം നമുക്കൊന്ന് പറയാം. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാണ്. ബീവി ഫാത്തിമ അലിയാരുമായി കല്യാണം നടക്കുന്ന ആ ഘട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ അലിയാർക്ക് കെട്ടിച്ചു കൊടുത്തത് അള്ളാഹുവിൽ നിന്നുള്ള അനുമതി പ്രകാരമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നല്ലാഹ അമറനി, അല്ലാഹു എന്നോട് കൽപ്പിച്ചു ഇബ്നു മസ്ഊദേ അൻ ഉസവ്വിജ ഫാത്തിമത മിൻ അലി, ഫാത്തിമാനെ അലിയിന് കെട്ടിച്ചു കൊടുക്കാൻ അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. മഹാനവർകൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇമാം തുബ്രാനി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നു, റിജാലുഹു സിഖാത്ത്, ഇതിലെ റാവികൾ മുഴുവനും വിശ്വസ്തരാണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാന്റെ കൽപ്പന പ്രകാരമാണ് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമയെ അലിയാർക്ക് കെട്ടിച്ചു കൊടുത്തത് എന്നർത്ഥം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇതാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഇബ്നു സാബിത്ത് പറഞ്ഞു, ഇന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ അബൂ ബക്കർ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല ഫാത്തിമ 10-18 വയസ്സായല്ലോ റസൂലുള്ളാഹിന്റെ മകൾ ഫാത്തിമക്ക്, ഞമ്മക്കൊന്ന് കല്യാണം ആലോചിച്ച് നോക്കിക്കൂടെ? ആരാ ചോദിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരോട്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പ്രായമുണ്ട്, പക്ഷെ അന്ന് അത് വിഷയമല്ല. അവിടെയാ വിഷയം. അന്ന് വിഷയമല്ല. കാരണം എല്ലാവരും അങ്ങനെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് ആണിനും കുഴപ്പമില്ല, പെണ്ണിനും കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളെ മാ യംനഉക അൻ തതസവ്വജ ഫാത്തിമത ബിൻത റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മകൾ ഫാത്തിമയെ കല്യാണം കഴിക്കുന്നതിന് നിനക്കെന്ത് തടസ്സാണെന്ന് ചോദിച്ചു അബൂബക്കറിനോട്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തടസ്സൊന്നുമില്ല, ലാ യുസവ്വിജുനി, അതിനെ തടസ്സം, ലാ യുസവ്വിജുനി, നബി എനിക്ക് കെട്ടിച്ചേരൂല, കെട്ടിച്ചേരുമെങ്കിൽ എപ്പോഴോ കിട്ടുമെന്ന്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇദാ ലം യുസവ്വിജക ഫമൻ യുസവ്വിജ്, നിനക്ക് കെട്ടിച്ചേരൂലെങ്കിൽ ഇപ്പം ലോകത്ത് വേറെ ആരും നോക്കണ്ട. നിനക്ക് കെട്ടിച്ചു തരില്ലെങ്കിൽ പിന്നെ റസൂലുള്ളാഹി ആർക്കാ കെട്ടിച്ചു കൊടുക്കുക? ഇന്നക മിൻ അക്രമിൻ നാസി അലൈഹി വഅഖ്ദമിഹിം ഫിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ആദ്യമായി വന്ന ഒന്നാമത്തെ മെമ്പറാണ് അബൂബക്കർ നിങ്ങൾ. റസൂലുള്ളാഹിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മനുഷ്യനും സ്നേഹമുള്ള മനുഷ്യനുമാണ് നിങ്ങൾ, നിങ്ങൾക്ക് കെട്ടിച്ചേരാതിരിക്കുമോ? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പതുക്കെ പോയി. ഫന്തലഖ അബൂബക്കർ, കേട്ടോളൂ, നല്ല രസകരമായ സംഭവമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പതുക്കെ പോയി റസൂലുള്ളാഹിനോട് ചെന്ന് കാര്യം പറയാൻ വയ്യ. ബീവി ആയിഷയുടെ അടുത്ത് കയറി. ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. മകളുടെ അടുത്ത് ചെന്നിട്ട് ആ വാപ്പ വേറെ കല്യാണം ആലോചിക്കുന്നത്. നോക്കുങ്ങൾ ഇന്നൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും ഹാല്? മകളുടെ അടുത്ത് ചെന്നിട്ടാണ് കല്യാണം ആലോചിക്കുന്നത്.
ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, യാ ആയിഷ, പൊന്നു മോളെ ആയിഷ, ഇദാ റഅയ്തി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വീബ നഫ്സിൻ വ ഇഖ്ബാലൻ അലൈകി. പൊന്നു മോളെ, റസൂലുള്ളാഹിക്ക് ഒരു നല്ല അവസ്ഥയും നല്ലൊരു ചുറ്റുപാടും ഒക്കെ ഉണ്ടാകുന്ന സമയം എപ്പോഴാന്ന് നോക്കിയിട്ട് ഫദ്കുരി ലഹു അന്നി ദക്കർതു ഫാത്തിമ, അത് എപ്പോഴാ നല്ല സമയം എന്ന് നിനക്കേ അറിയുള്ളൂ. നല്ല മൂടുള്ള സമയത്ത് ഒന്ന് പറഞ്ഞേക്കണം, ഞാൻ ഫാത്തിമയെ കല്യാണം ആലോചിക്കുന്നുണ്ട്. ഫാത്തിമയെ ഒരുപക്ഷെ അള്ളാഹു എനിക്ക് എളുപ്പമാക്കി തന്നേക്കാം, നീ മുഖേന എളുപ്പമാക്കി തന്നേക്കാം. മകളോട് പറയണം. മകൾ ഏറ്റെടുത്തു. ഉപ്പ ഞാൻ പറയാം. റസൂലുള്ളാഹി തങ്ങൾ വന്നു. റസൂലുള്ളാഹി നല്ല ഹാപ്പിയാണ്. റസൂലുള്ളാഹി ഹാപ്പിയാണ് എന്ന് കണ്ടപ്പോ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന അബൂബക്കറിൻ ദക്കറ ഫാത്തിമ വ അമറനി അൻ അദ്കുറഹാ. ഫാത്തിമയെ കല്യാണം പറയുന്നുണ്ട് എന്റെ ഉപ്പ അബൂബക്കർ, ആ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഹത്താ യൻസിലൽ ഖളാ, റബ്ബിന്റെ തീരുമാനം വരട്ടെ. മറുപടി, റബ്ബിന്റെ തീരുമാനം വരട്ടെ. കെട്ടിച്ചു തരുന്നും തരൂലെന്നൊന്നുമില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ വന്നു, മോളെ എന്തായി? മോള് പറഞ്ഞു, യാ അബത വദിത്തു അന്നീ ലം അദ്കുർ ലഹു അല്ലദീ ദക്കർത്. ആ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത്. പറഞ്ഞു വിട്ടുപോയി ഉപ്പ, ഞാനത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ആഗ്രഹിക്കുന്നത്. അനുകൂലമായൊരു മറുപടി അല്ല തന്നത്. പറഞ്ഞാൽ നടക്കണം, നടക്കാത്ത കാര്യം പറയാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് പറയാൻ പാടില്ലായിരുന്നു. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന യഹ്യ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, ഖദ് അറഫ്ത മിന്നി സുഹബതി വഖിദമി ഫിൽ ഇസ്ലാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നല്ല ഒരു സന്ദർഭം നോക്കി വന്നു. വന്നിട്ട് പതുക്കെ, ഇപ്പൊ മകളോട് പറഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല, റസൂലുള്ളാഹിനോട് നേരിട്ട് തന്നെ സംസാരിക്കാനുള്ള പരിപാടിയാ. ഖദ് അറഫ്ത മിന്നി സുഹബതി. എന്താണ് ഇവിടേക്കുള്ള ഒരു, ഇവർക്ക് ഉണ്ടായിരുന്ന എത്രയോ പെണ്ണുങ്ങളെ പുറത്ത് കിട്ടാനുണ്ട്, കല്യാണം കഴിക്കാം. പക്ഷെ എന്താണ് ഇവരുടെ മോഹം? ഒരു പെണ്ണ് കിട്ടുക എന്നുള്ള മോഹമല്ല, മുത്തുനബിയുടെ മോളെ സ്വന്തമാക്കുക എന്ന മോഹം മാത്രമാണ് ഇതിന്റെ പിറകിലുള്ളത്. ചെന്നിട്ട് പറഞ്ഞു, നബിയേ, ഏത് വിഷമഘട്ടത്തിലും അങ്ങയുടെ കൂടെ നിന്നിട്ടുള്ള ആളാണ് ഞാൻ. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ സഹവാസം തങ്ങൾക്കറിയാം. വഖിദമി ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഏറ്റവും ആദ്യമായി കടന്നു വന്നയാളാണ് ഞാനെന്നറിയാം. ഇതൊക്കെ നബിയെ തങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോ കാല നബി തങ്ങൾ പറഞ്ഞു, അമാദാ, അതൊക്കെ ശരിയാ, അതിനെന്താന്ന് ചോദിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. അതൊക്കെ എനിക്കറിയാം, അതിനെന്താ? ഫാത്തിമയെ എനിക്ക് കല്യാണം ചെയ്തു തരുമോ? ഫസക്കത അൻഹു സഅതൻ. അല്പനേരം മുത്തുനബി ഒന്നും മിണ്ടിയില്ല, മൗനം ദീക്ഷിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. പിന്നെ ഫഅറദ അൻഹു, ഒന്നും മിണ്ടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് തിരിഞ്ഞു കളഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി. ചെന്നിട്ട് പറഞ്ഞു, ഹലക്തു വ ഉഹ്ലിക്തു യാ ഉമർ, ഹലക്തു വ ഉഹ്ലിക്തു യാ ഉമർ. ഉമറേ, കുടുങ്ങിയടാ. ഇതന്നെയാണ് ആ പ്രയോഗം അല്ലെ, നമ്മളെ മലയാളത്തിനോട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ കുടുങ്ങി, വേണ്ടില്ലായിരുന്നു, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ആയിഷയോട് പറഞ്ഞതിൽ നിർത്താമായിരുന്നു, ഞാൻ തന്നെ ഒന്ന് പോയി നോക്കി, എന്തായാലും സംഗതി നടക്കൂല. എന്താ വിഷയം എന്ന് ചോദിച്ചു. കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം ഉമർ, എന്റെ കാര്യത്തിൽ അത് നടക്കൂല എന്നപ്പോ എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങളൊന്ന് പോയി നോക്ക്, നിങ്ങളൊന്ന് പോയി നോക്ക്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, നേരിട്ട് ചെല്ലാൻ ഒരു ചമ്മലുണ്ട്, അതുകൊണ്ട് ഈ ചമ്മൽ ഒഴിവാക്കാൻ ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെയുള്ള ഒരു മാർഗം എനിക്കും സ്വീകരിക്കാലോ. സിദ്ദീഖ് മകളിലൂടെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എത്തിച്ചു. എനിക്കും ഉണ്ടല്ലോ ഒരു മകള്, ഹഫ്സ റസൂലുള്ളാഹിയുടെ ഭാര്യയാണ്. റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ ബീവി റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. ഹഫ്സ ബീവിയുടെ അടുത്ത് എന്നിട്ട് കാര്യം പറഞ്ഞു. ഹഫ്സ ബീവി ഏറ്റെടുത്തു. റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹത്താ യൻസിലൽ ഖദാ, അതെ, വാനലോകത്ത് നിന്ന് തീരുമാനം വരട്ടെ, എന്നിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു തന്നെ നേരിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് വന്നു. റസൂലുള്ളാഹിന്റെ മുമ്പിൽ അതബോടെ കാലു മടക്കി ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ,
ഇസ്ലാമിന് വേണ്ടിയുള്ള എന്റെ സഹനങ്ങളും എന്റെ ത്യാഗങ്ങളും സമർപ്പണങ്ങളും ഒക്കെ തങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഇങ്ങനെയും അങ്ങനെയും ഇങ്ങനെയുമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇസ്ലാമിന് വേണ്ടി നൽകിയ എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഉമറിനോടും ചോദിച്ചു, അതിനെന്താണ്? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. തുറന്നു ചോദിക്കുന്നു, ഫാത്തിമയെ കല്യാണം ചെയ്തു തരുമോ? റസൂലുള്ളാഹി ഒന്നും മിണ്ടിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, നടക്കില്ല, എനിക്കും ഫാത്തിമയെ കിട്ടില്ല. ആർക്കാണാവോ മുത്തുനബിയുടെ പൊന്നുമോള് ബീവി ഫാത്തിമയെ കിട്ടുന്ന ഭാഗ്യവാൻ. പിന്നെ ഇവരിങ്ങനെ നോക്കിക്കാണുക, നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ റസൂലുള്ളാഹി ആർക്കാണാവോ അത് കെട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു വന്നു. യഹ്യ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെയുമായിട്ട് അലി ഇബ്നു അബീ താലിബിന്റെ അടുത്തൊന്ന് പോകുമോ? ഞങ്ങൾ അലിയാരോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. അലിയാര് കല്യാണം കഴിച്ചിട്ടില്ല, ഒന്നാമത്തെ കല്യാണമാണ്, ചെറുപ്പക്കാരനാണ്, റസൂലുള്ളാഹിന്റെ ശിക്ഷണത്തിൽ വളർന്നയാളാണ്, അള്ളാന്റെ റസൂലിന്റെ മകൾക്ക് കുഫുവത്ത ഭർത്താവാണ്. അപ്പൊ ഇവർക്കൊക്കെ ഉണ്ടായത് അത് കിട്ടണം എന്നുള്ള മോഹം മാത്രമാണ്. അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നാ മറ്റോനും വേണ്ടെന്ന് വിചാരിച്ചിട്ട് പാര വെക്കാൻ നടക്കുകയല്ല. കണ്ടോ നിങ്ങൾ, ഇവരിത് എനിക്കില്ലെങ്കിൽ മറ്റൊരാൾക്ക് ഫിറ്റായ ആളാരാ നോക്കിയിട്ട് നടക്കാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അലി ഇബ്നു അബീ താലിബിനോടൊന്ന് പറഞ്ഞു നോക്കാം. റളിയല്ലാഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലിയാരെ കാണാൻ ചെല്ലുമ്പോൾ വഴിയിൽ വെച്ചാ കണ്ടത്. അവിടുന്ന് പറഞ്ഞു, ബിൻത അമ്മിക തഖ്തിബ്, എളാപ്പയുടെ മകളെ നിനക്കെന്താ വിവാഹ അഭ്യർത്ഥന നടത്തിക്കൂടെ? അവരാണ് എന്നെ ഈ കാര്യം ആദ്യം സൂചിപ്പിച്ചതെന്നത് അലി ഇബ്നു അബീ താലിബ് പറയാൻ. ഞാൻ അവിടുന്ന് പോയി, അതാ എന്റെ തട്ടം ഞാൻ ഒരറ്റം എന്റെ തോളിലുണ്ട്, ഒരറ്റം ഭൂമിയിലൂടെ അങ്ങനെ ഇഴഞ്ഞു വലിയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് അങ്ങനെ അങ്ങ് കയറി ചെന്നിട്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന് ആയിഷയെ പോലെ ഹഫ്സയെ പോലെ ഇടപെടിപ്പിക്കാൻ മറ്റൊരാളില്ല. നേരിട്ട് കയറി ചെന്നു. റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മാ ഹാജത്തു ഇബ്നി അബീ താലിബ്, എന്തോ ഇബ്നു അബീ താലിബിന്റെ വരവിൽ എന്തോ ഒരു ആഗമനോദ്ദേശ്യമുണ്ടല്ലോ, എന്താണ് ഇന്ന് വരവിന്റെ ഉദ്ദേശ്യം? അവിടുന്ന് പറഞ്ഞു, ദക്കറുത്തു ഫാത്തിമ, ഫാത്തിമയെ കല്യാണം ആലോചിക്കാൻ വന്നതാണ്. ഫഖാല മർഹബൻ വ അഹ്ലാ, ഫഖാല മർഹബൻ വ അഹ്ലാ. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വെൽക്കം, മർഹബൻ വ അഹ്ലാ, സ്വാഗതം. അത്ര പറഞ്ഞു വെച്ചു. വലം യസിദ് അലൈഹ, അതിന്റെ അപ്പുറത്തേക്ക് ഒരു അക്ഷരവും പറഞ്ഞില്ല. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ആക്കാം, കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാന്നൊന്നും പറഞ്ഞു വെച്ചില്ല. മർഹബൻ വ അഹ്ലാ അത്ര പറഞ്ഞങ്ങ് വെച്ചു. അലി ഇബ്നു അബീ താലിബ് പോയി. അൻസാരികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അൻസാരികളായ ഒരു സംഘം ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അലിയാരെ എന്ത് മറുപടിയായിട്ടാ വരിക? വന്നപ്പോ ചോദിച്ചു, മാ വറാഅക യാ അലി, അലി പോയിട്ട് എന്തായി? അതാണ് അതിന്റെ അർത്ഥം. മാ വറാഅക യാ അലി, അലി നിങ്ങൾ പോയിട്ട് എന്താ വിഷയമായത്? അവിടുന്ന് പറഞ്ഞു, മാതിരി ഗൈറ അന്നഹു ഖാല മർഹബൻ വാഹില, മർഹബൻ വാഹില എന്ന് പറഞ്ഞതിന് ബാക്കിയൊന്നും എനിക്കറിയില്ല, എന്തൊക്കെ ഇപ്പൊ നടക്കാന്നറിയില്ല. മർഹബൻ വാഹില എന്ന് പറഞ്ഞിട്ടുണ്ട്, വെൽക്കം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, യക്ഫീക മിൻ റസൂലില്ലാഹി ഇഹ്ദാഹുമാ, മർഹബൻ വാഹില എന്ന് പറഞ്ഞില്ലേ, അതിൽ ഒന്ന് തന്നെ പറഞ്ഞാൽ മതി. മർഹബൻ എന്ന് പറഞ്ഞാൽ തന്നെ റെഡി ആയിരിക്കും. റസൂലുള്ളാഹിയാണ് പറയുന്നത്, വാക്ക് മാറ്റൂല. അപ്പൊ അതുകൊണ്ട് ഒരു ബേജാറ് വേണ്ട. മർഹബൻ വാഹില, രണ്ട് മർഹബ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഒരു ബേജാറും ആവണ്ടട്ടോ. അൻകഹക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂല് നിനക്ക് മോളെ കല്യാണം ചെയ്തു തരൽ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചെയ്തു തരും. ഇന്നഹു ലാ ഖുൽഫ വലാ കദിബ ഇൻദ, മുത്തുനബി കളവ് പറയൂല, മുത്തുനബി വാഗ്ദത്തം ലംഘിക്കൂല. നീ നാളെ ചെന്നിട്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിച്ചോളൂ, കല്യാണത്തിലേക്കുള്ള നടപടികൾ നടത്താൻ വേണ്ടി പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അലിയാര് പറഞ്ഞു, ആദിഹി അശദ്ദു അലയ്യ മിനൽ ഊലാ, ഇത് ആദ്യത്തേതിനേക്കാൾ കടുപ്പാണ്. എന്ത് ഞാൻ നാളെ കയറി ചെന്നിട്ട് എപ്പോഴാ കല്യാണം ഉണ്ടാക്കണമെന്ന് നോക്കിയേ, കഴിയൂല, ഇത് എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ചെന്ന് പറയില്ല. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉറപ്പിച്ച് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചു തരും.
റസൂലുള്ള കെട്ടിച്ചു തരും, മർഹബൻ വാഹില പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി ചെന്ന് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലൈലത ഇൻഷാ അല്ലാഹ്, അല്ലൈലത ഇൻഷാ അല്ലാഹ്. എന്നാണ് കല്യാണം എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഇന്ന് രാത്രി ഇൻഷാ അല്ലാഹ്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് ചോദിച്ചു, മാ ഇൻദക യാ അലി, അലി സംഗതിയൊക്കെ ശരിയാ, കല്യാണം നമുക്ക് നടത്താം, പക്ഷെ എന്താണ് മഹർ കൊടുക്കാനുള്ളത്? എന്റെ മകൾ ഫാത്തിമാക്ക് നിന്റെ അടുത്ത് എന്താ മഹർ കൊടുക്കാനുള്ളത്? കല്യാണം നടക്കാം, മഹർ എന്താ കൊടുക്കുന്നത്? ആ സമയത്ത് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കൈവശം ഒന്നുമില്ല. നബി തങ്ങൾ ചോദിച്ചു, അന്ന് ഞാൻ ഒരു സമരക്കളത്തിൽ നിന്ന് നിനക്ക് നൽകിയിരുന്ന ആ അങ്കിക്കുപ്പായം എവിടെ? ഒരു കുതിരയുണ്ട്, അത് നിനക്ക് യാത്ര ചെയ്യാൻ ആവശ്യമാണ്. അതുകൊണ്ട് നിന്റെ ആ അങ്കിക്കുപ്പായം എവിടെയാണ്? നബിയെ, അതിതാ, അത് വിൽക്കാൻ പറഞ്ഞു. 450 ദിർഹമിന് ഞാനത് വിറ്റു. ആ 450 ദിർഹമും കൊണ്ട് ചെന്ന് റസൂലുള്ളാന്റെ മടിയിലങ്ങ് വെച്ചു കൊടുത്തപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്നൊരു പിടിയിങ്ങെടുത്തു. എന്നിട്ട് വിളിച്ചു, യാ ബിലാൽ. 450 ദിർഹം റസൂലുള്ളാന്റെ മടിയിൽ വെച്ചു കൊടുത്തു. എന്റെ അങ്കിക്കുപ്പായം വിറ്റ ആ ദിർഹം വെച്ചു കൊടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്നൊരു പിടി ദിർഹം ഇങ്ങെടുത്തിട്ട് ബിലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇബ്ഗിനി ബിഹാ ത്വീബാ. പുതിയാപ്പിളക്കും പുതിയണ്ണിനും നല്ല സുഗന്ധം വാങ്ങണം. ഈ പൈസ കൊണ്ടുപോയിട്ട് നീ സുഗന്ധം വാങ്ങിക്കൊണ്ടുവരൂ, പെർഫ്യൂം. അത് വാങ്ങാൻ വേണ്ടി വിടുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും 3 പിടുത്തം പിടിച്ചു, 3 വാരലിങ് വാരി. എന്നിട്ട് ഉമ്മു ഐമൻ അങ്ങ് കൊടുത്തിട്ട് ഉമ്മു ഐമനോട് പറയുന്നു, ഉമ്മു ഐമനിനോട് പറയുന്നു, അവിടുത്തെ അടിമ സ്ത്രീയായിരുന്നു, അറിയാലോ, ബഹുമാനപ്പെട്ട ബീവി ആമിനുമ്മ റളിയല്ലാഹു അൻഹ സമ്മാനിച്ച പെണ്ണാണ്. ഉമ്മു ഐമൻ ഉമ്മി ബഅദ ഉമ്മി. ഉമ്മു ഐമൻ എന്റെ പെറ്റുമ്മയുടെ ശേഷമുള്ള പോറ്റുമ്മയാണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഉമ്മു ഐമൻ താത്തയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇജ്അലി മിൻഹാ ഖബ്ളതൻ ഫിത്തീബ്. നിങ്ങൾ ഇതിന് കുറച്ച് സുഗന്ധം നിങ്ങളും വാങ്ങിക്കൊണ്ടുവാ, ബാക്കിയുള്ളത് പുതിയണ്ണിനുള്ള ഡ്രസ്സുകൾ എടുക്കാനും ഉപയോഗിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഡ്രസ്സ് മാത്രമല്ല, വീട്ടിലേക്കുള്ള സാധനങ്ങളും അതൊക്കെ വാങ്ങിക്കൊടുക്കണം. എന്തൊക്കെയാ കല്യാണം കഴിച്ചു വിടുമ്പോ ഫാത്തിമാക്ക് ഉപ്പ കൊടുത്തിരുന്നതൊന്ന് കേൾക്കാം, അല്ലെ? സ്ത്രീധനത്തിന്റെ പേരില് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വാപ്പമാരുടെ കഴുത്തറുക്കുന്ന ചെറുപ്പക്കാര് ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് മഹർ വാങ്ങി. ആ മഹർ വാങ്ങിയിട്ട് ആ ഉപ്പ ചെയ്തതെന്താണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട മകൾക്ക് കൊടുത്തയച്ചത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ വളരെ കുറഞ്ഞ സംഗതി മാത്രമാണ്. വളരെ കുറഞ്ഞ സംഗതി മാത്രമാണ് മകളുടെ വീട്ടിലേക്ക് കൊടുത്തയക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് നമുക്ക് പറയാം. ഈ സംഭവം പല ഹദീസുകളിലും നീണ്ട റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ സംഭവമൊക്കെ നടക്കുന്നതിന്റെ മുമ്പ് ഒരു ദിവസം റസൂലുള്ളാഹിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ റസൂലുള്ളാഹിക്ക് വഹയി വന്നു. ഒരു മൂടൽ ഞാൻ ഇങ്ങനെ കണ്ടു. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മൂടലിൽ നിന്ന് ഇങ്ങ് തെളിഞ്ഞപ്പം ഫലമാ സുരിയ അൻഹു, ഇങ്ങ് തെളിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, തദ്രി മാ ജാഅ ബിഹി ജിബ്രീലു മിൻ ഇൻദി സാഹിബിൽ അർശ്. അർശിന്റെ അധിപനായ എന്റെ റബ്ബിൽ നിന്ന് ഇപ്പോൾ ജിബ്രീൽ കൊണ്ടുവന്ന മെസ്സേജ് എന്താണെന്ന് നിനക്കറിയോ അനസേ? ഇല്ല ഇല്ല നബിയെ, പറഞ്ഞു തരൂ. അപ്പൊ പറഞ്ഞു, ഇന്നല്ലാഹ അമറനി അൻ നുസവ്വിജ ഫാത്തിമത മിൻ അലി. ഫാത്തിമാനെ അലിയാർക്ക് കെട്ടിച്ചു കൊടുക്കാൻ അല്ലാഹ് പറഞ്ഞു പോയി. അതുകൊണ്ട് പലരും ഇവിടെ കല്യാണം ആലോചിച്ച് വന്നതാണ്. വിളിക്ക അബൂബക്കറിനെ, വിളിക്ക് ഉമറിനെ, ഉസ്മാനെ വിളിക്കണം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ വിളിക്കണം. പിന്നെ പേരെടുത്ത് കുറെ അൻസാരികളെ പറഞ്ഞു കൊടുത്തു, അവരെയൊക്കെ വിളിക്കണം. അവരൊക്കെ ഒരുമിച്ച് കൂടി സദസ്സിൽ ഒരുമിച്ച് കൂടിയപ്പം സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ഖുതുബ നിർവഹിക്കുന്നു. അൽഹംദുലില്ലാഹ്
المحمود بنعمته المعبود بقدرته المطاع سلطان النافذ أمره في سمائه وأرضه الذي خلق الخلق بقدرته وميزهم بأحكامه وأعزهم بدينه وأكرمهم بنبيهم محمد صلى الله عليه وسلم إن الله تبارك اسمه وتعالت عظمته قال عز من قائل وهو الذي خلق من الماء بشرا فجعله نسبا وصهرا وكان ربك قديرا فأمر الله مجرا إلى قضائه وقضاؤه مجرا إلى قدره ولكل قدر أجل ولكل أجل كتاب يمحو ما يشاء ويثبت وعنده أم الكتاب. ഇത് നിക്കാഹിന്റെ ഖുതുബയാണ്. അപ്പൊ അതുകൊണ്ട് നിക്കാഹുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഖുതുബ നിർവഹിച്ചു. ആ നിക്കാഹിന്റെ ഖുതുബയും കഴിഞ്ഞിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സുമ്മ ഇന്നല്ലാഹ അമറനി അൻ ഉസവ്വിജ ഫാത്തിമത മിൻ അലി ഫഷ്ഹദു അലാ അന്നി ഖദ് സവ്വജ്തു. ഞാൻ ഫാത്തിമാനെ അലിയാർക്ക് കെട്ടിച്ചു കൊടുത്തതിന് നിങ്ങൾ സാക്ഷികളാവുക, നിങ്ങൾ സാക്ഷികളാവുക സയ്യിദുനാ റസൂലുള്ളാഹി. നിക്കാഹ് സഹിയാകണമെങ്കിൽ സാക്ഷി വേണം. സാക്ഷിയാവാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സാക്ഷി അത് കേട്ടിരിക്കണം. അതുകൊണ്ടാണ് നിക്കാഹ് നടത്തുമ്പോൾ സ്വകാര്യം പറയരുത് എന്ന് പറയുന്നത്. ഉസ്താദുമാര് പലപ്പോഴും പറയും, പുതിയാപ്പിളിനോടും വലിയനോടും പറയും, കുറച്ചൊന്ന് ഉറക്കം പറയണം. കാരണം നമ്മളിത് സഹിയാകാൻ വേണ്ടി നമ്മൾ ചെവി ഓർത്ത് ഇങ്ങനെ നിൽക്കലാണ്. അടുത്തിരിക്കുന്ന ഷാഹിദാനി രണ്ട് സാക്ഷികൾ ഇത് കേട്ടിരിക്കണം, നിർബന്ധാണ്. അപ്പോഴേ നിക്കാഹ് സ്വഹിയാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒന്ന് ഉറക്കെ അതിന് കെട്ടിച്ചു കൊടുക്കണോലും കെട്ടണോലും പുതിയാപ്പിളയും വലിയും ഒക്കെ, കുട്ടിന്റെ വാപ്പയും പുതിയാപ്പിളയും ഒക്കെ ഉറക്കെയാണ് പറയേണ്ടത്. ഒരല്പം ഉറക്കെ അടുത്തിരിക്കുന്നവർ കേൾക്കുന്ന രൂപത്തിൽ പറയണം. ഏതാവട്ടെ നിങ്ങൾ സാക്ഷികളാവുക, ഞാൻ കെട്ടിച്ചു കൊടുത്തിരിക്കുന്നു 400 മിസ്കാല് വെള്ളിക്ക്. അതാണ് മഹർ, 400 മിസ്കാല് വെള്ളിക്ക്. ഇൻ റളിയ അലിയും ബിദാലിക്, അലിയിന് അത് പൊരുത്തമാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് അലിയാര് ഖബിൽതു പറഞ്ഞു, സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പാത്രം ഈത്തപ്പഴം കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. എല്ലാവരോടും എഴുന്നേൽക്കാൻ പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചു. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീ സ്വീകരിച്ചില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പ് അറളീത യാ അലി എന്ന് ചോദിച്ചപ്പോൾ അലി റളീതു എന്ന് പറഞ്ഞു. ഏതാവട്ടെ അലി അത് കഴിഞ്ഞ ഉടനെ തന്നെ ശുക്രിന്റെ ഒരു സുജൂദ് അങ്ങ് ചെയ്തു. നബിയുടെ പൊന്നുമോള ആരൊക്കെയോ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തത് അലിയാർക്ക്, ഒന്നുമില്ലാത്ത അലിയാർക്ക്, സാമ്പത്തികമായിട്ടൊന്നുമില്ല. പക്ഷേ ദീന് കൊണ്ട് തന്റെ മകൾക്ക് കുഫുവത്തത് അലി മാത്രമാണ്. കല്യാണം അങ്ങ് കഴിഞ്ഞു, ശുക്രിന്റെ സുജൂദും അങ്ങ് ചെയ്തപ്പം പിന്നെ നബി തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ജമഅല്ലാഹു ശംലകുമാ വബാറക അലൈകുമാ വഅഖറജ മിൻകുമാ സ്വാലിഹൻ തയ്യിബാ വജഅല നസ്ലകുമാ മഫാത്തിഹർ റഹ്മാ വമഅദിനൽ ഹിക്മാ. സയ്യിദുനാ റസൂലുള്ളാഹി. നിക്കാഹ് കഴിഞ്ഞാൽ ഒരു ദുആ നടത്തുമല്ലോ നമ്മൾ ഉസ്താദ്, അതുപോലെ ഒരു ദുആ. അള്ളാഹു നിങ്ങളുടെ ബന്ധം ഉറപ്പിച്ചു തരട്ടെ. അള്ളാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നിങ്ങളിൽ നിന്ന് സ്വാലിഹീങ്ങളായ കുസുമങ്ങളെ പുറപ്പെടുവിക്കട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി നിങ്ങളുടെ സന്താന പരമ്പര അനുഗ്രഹത്തിന്റെ കേന്ദ്രങ്ങളായി, അതേ അറിവിന്റെ മഅദിനായി, ഉത്ഭവസ്ഥാനങ്ങളായി നിങ്ങളുടെ മക്കളെ അള്ളാഹു ആക്കി തരട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു. എന്നല്ല, കല്യാണം കഴിഞ്ഞ ഉടനെ അലിയോട് പറഞ്ഞു, യാ അലി ഇന്നഹു ലാ ബുദ്ദ ലിൽ അറൂസി മിൻ വലീമ. അലി, കല്യാണം കഴിഞ്ഞാല് ഒരു വലീമത്ത് വേണം, വിവാഹ സദ്യ വേണം, അത് അത്യാവശ്യമാണ്. എന്താ കയ്യിലുള്ളത് എന്ന് വെച്ചു. അലിയാര് പറഞ്ഞു, എന്റെ കയ്യിലൊന്നുമില്ല. എന്താ പുതിയാപ്പിള, എന്റെ കയ്യിലൊന്നുമില്ല, വലീമത്ത് കൊടുക്കാൻ ഒന്നുമില്ല. സഅദ് റളിയല്ലാഹു അടുത്തുണ്ട്. സഅദ് റളിയല്ലാഹു പറഞ്ഞു, ഈ പോരും പറഞ്ഞിട്ട് കൊണ്ടുപോയത് നേരത്തെ. സഅദ് റളിയല്ലാഹു പറഞ്ഞു, എന്റെ അടുത്ത് ഒരാടുണ്ട്, ആ ആടിനെ അറുക്കാം എന്ന് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആടിനെ അറുക്കുന്നു. വലീമത്താണ്.
അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി അൻസാരികളെ ഏതാനും ആളുകളെ കൂട്ടി ഏതാനും സാഴ് ചോളം എടുത്തിട്ട് പത്തിരി ഉണ്ടാക്കാൻ പറഞ്ഞു, റൊട്ടി ചുടാൻ പറഞ്ഞു. റൊട്ടിയും ആട്ടും കറിയും ഇത് രണ്ടും കൂടെ കൊടുത്തു. കല്യാണ സദ്യ അതായിരുന്നു, ലളിതമായ കല്യാണ ചടങ്ങ്. എല്ലാം കഴിഞ്ഞു. രാത്രി വീട് കൂടുന്നതിന്റെ മുമ്പ് റസൂലുള്ള പറഞ്ഞു, ലാ തുഹദ്ദിസ് ശൈഅൻ യാ അലി, അലി നിങ്ങൾ ഭാര്യയുടെ അടുത്ത് ചെന്ന് ഒന്നും ചെയ്യരുത്. ഫാത്തിമയെ കണ്ട ഉടനെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. ലാ തുഹദ്ദിസ് ശൈആ, നിങ്ങളൊന്നും ചെയ്യരുത്. ഹത്താ തൽഖാനി, എന്നെ കാണുന്നത് വരെ ഞാൻ വരും, ഞാൻ രാത്രി വീട്ടിലേക്ക് എത്തും, എന്നിട്ടേ ഫാത്തിമയെ തൊടാവൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാത്രത്തിൽ കൈയിട്ടു wudu എടുക്കുന്നു. ആ പാത്രത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം എടുത്തിട്ട് അതാ wudu ചെയ്യുന്നു. wudu ചെയ്തിട്ട് ആ ശിഷ്ടം വെള്ളമില്ലേ, അല്ലാഹുവിന്റെ റസൂൽ wudu ചെയ്തതിന്റെ ബാക്കി വെള്ളം, ആ വെള്ളം അലാ റഅസൈഹിമാ, പുതിയാപ്പിളയുടെയും പുതിയണ്ണിന്റെയും മുകളിലൂടെ തലയിലൂടെ മകളുടെയും മരുമകന്റെയും തലയിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട്, അത് റസൂലുള്ള wudu എടുത്ത വെള്ളമാണ്. അതിന്റെ ബറക്കത്ത് അറിയാലോ. അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരും നന്നായി പോകും. ആ ബറക്കത്ത് കിട്ടാൻ വേണ്ടി wuduഇന്റെ ശിഷ്ടജലം അതാ രണ്ടുപേരുടെയും തലയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് റസൂലുള്ള പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ഫീഹിമാ വബാരിക് ലഹുമാ ഫീ ബിനാഇഹിമാ, അല്ലാഹുവേ ഇവർക്ക് രണ്ടുപേർക്കും നീ ബറക്കത്ത് നൽകണം, ഇവരുടെ വീട് കൂടലിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇമാം തുബ്രാനി സ്വഹീഹായ സനദാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ കേൾപ്പിച്ചത്. ഇങ്ങനെയാണ് ഫാത്തിമ അലി ദമ്പതികളുടെ വിവാഹം കഴിഞ്ഞത്. ഫാത്തിമയുടെ ജീവിതം അലിയാരുടെ വീട്ടിൽ അത്ര സുഖസുന്ദരമായിരുന്നില്ല. മനസ്സിലാക്കണം, അടിപൊളി ജീവിതമായിരുന്നില്ല, സുഖലോലുപതയിലായിരുന്നില്ല. മറിച്ച് ഏകദേശം ഒരു ഫഖ്ർ എന്ന് തന്നെ അങ്ങ് പറയാൻ പറ്റുന്ന വിധത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഫാത്തിമയാണെങ്കിലോ തന്റെ ഇത്താത്തമാരിൽ നിന്ന് വ്യത്യസ്തയായിട്ടാണ്. ചെറുപ്പത്തിൽ തന്നെ പ്രയാസങ്ങൾ ഒരുപാട് സഹിച്ചു. എന്നാ കെട്ടിച്ചതിന്റെ ശേഷം പിന്നെയും പ്രയാസം. ഫാത്തിമ ബീവിയെ അള്ളാഹു തെരഞ്ഞെടുക്കുകയാണ്, പരീക്ഷണത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുകയാണ്. കാരണം ഇത്താത്തമാരിൽ നിന്ന് വ്യത്യസ്തയായിട്ട് എന്ന് പറയുന്നത്, ഇത്താത്ത സൈനബിനെ കല്യാണം കഴിച്ചത് അബുൽ-ആസ് ആണ്. അബുൽ-ആസ് എന്ന് പറഞ്ഞാൽ മക്കയിലെ എണ്ണപ്പെട്ട ധനാഢ്യരിൽ ഒരാളായിരുന്നു അബുൽ-ആസ്. ആ അബുൽ-ആസിന്റെ പെണ്ണാണ് ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹാ. കഴിഞ്ഞില്ല, റുഖയ്യ ബീവിയെ ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചത്. ആദ്യം കെട്ടിയത് അബൂലഹബിന്റെ 2 മക്കളായിരുന്നു. അതാണെങ്കിലോ അവരും നല്ല സമ്പത്തുള്ളവരാണ്, ഉന്നത തറവാട്ടുകാരാണ്. പിന്നീട് അവരെ രണ്ടുപേരെയും ഓരോരുത്തർക്ക് ശേഷം മറ്റൊരുത്തരായി ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാനും കല്യാണം കഴിച്ചു, അല്ലേ? പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് കല്യാണം കഴിച്ചത് രണ്ടുപേരെയും. അവരിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സമ്പന്നനാണ്. ഉസ്മാനുൽ ഗനി എന്നാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഓമന പേര് തന്നെ. മുതലാളി ഉസ്മാൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഫാത്തിമയെ കെട്ടിച്ചയക്കുമ്പം വാപ്പ നൽകിയ സ്ത്രീധനം കേട്ടോളൂ. ഫാത്തിമയുടെ സ്ത്രീധനം ഒന്ന് കേട്ടോളൂ. അലി റളിയല്ലാഹു അൻഹു തന്നെ പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ സവ്വജഹു ഫാത്തിമ, ഫാത്തിമയെ കെട്ടിച്ചയച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ മഅഹാ, ഫാത്തിമയുടെ കൂടെ കൊടുത്തയച്ചത് ഖമീലതൻ വവിസാദതൻ മിൻ അദമിൻ വഹസുഹാ ലീഫ് വറുഹൈൻ, അതുപോലെ തന്നെ വജറതൈൻ, ഇതായിരുന്നു കൊടുത്തയച്ചിരുന്നത്. എന്തൊക്കെയുള്ളത്? ഫാത്തിമയെ കല്യാണം കഴിച്ച് എന്റെ കൂടെ വിടുമ്പോ വാപ്പ കൊടുത്തയച്ചത് ഒരു രോമവസ്ത്രം, ഒരു രോമത്തിന്റെ വസ്ത്രം, ഒരു പുതപ്പ് നടത്തും, കിടക്കാനൊരു പുതപ്പ്, പിന്നെ വിസാദത്തം പിന്നെ അദമിൻ, തോലുകൊണ്ടുള്ള ഒരു തലയിണ, അതിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് ഈത്തപ്പന നാരാണ്. ഈത്തപ്പന നാര് കൊണ്ട് ഉണ്ടാക്കിയ ഒരു തലയിണ, മുകളിലുള്ള തലയിണയുടെ ഉറ അതേതാണ്, തോലുകൊണ്ടാണ്. അതിന്റെ ഉള്ളിൽ ഈത്തപ്പനയുടെ നാരുകൾ, ഈത്തപ്പനയുടെ നാര് കൊണ്ടുള്ള ഒരു തലയിണ, ഒരു പുതപ്പ്, 2 ആസുങ്കല്ല് കൊടുത്തയച്ചതാ. ഈ പൊടിയൊക്കെ പൊടിക്കാനുള്ള ആസുങ്കല്ല് 2 എണ്ണം,
അതുപോലെ തന്നെ പിന്നെ കൊടുത്തയച്ചത് 2 ചട്ടി, 2 കലം. ഭക്ഷണമൊക്കെ പാചകം ചെയ്യാൻ സിമ്പിൾ പരിപാടിയാണ്. ഇതാണ് ഫാത്തിമ ബീവിക്ക് ആകെ കൊടുത്തയച്ചത്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം അലിയാർ ഫാത്തിമയോട് പറഞ്ഞു, ഒരുപാട് കാലായി പൊന്നു ഫാത്തിമ, നീ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് കാണുമ്പോ എന്റെ നെഞ്ച് പിളരാണ് ഫാത്തിമ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് നെഞ്ച് പൊട്ടു ഫാത്തിമ ഇത് കാണുമ്പോ. ഇന്നലെ ഒരു സമരത്തിൽ നിന്ന് കുറെ ആളുകളെ, അടിമകളെ കൊണ്ടുവന്നിട്ടുണ്ട്, നിന്റെ ഉപ്പക്ക് കിട്ടിയിട്ടുണ്ട്. ആ പൊതു ഫണ്ടിൽ നിന്ന് ഒരടിമയെ നമുക്ക് ഹാദിമായിട്ട് പുരയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, വീട്ടുവേലക്ക് ഒരു ഹാദിമിനെ കിട്ടിയ വലിയ കാര്യമാണ്. ഈ പോയിട്ട് ചോദിക്കുമെന്ന് വെച്ചു. എന്നാ പിന്നെ അരി പൊടിക്കാൻ ഒരാളായി, പൊടിക്കാനും ഇടിക്കാനും ഒക്കെ ആളായി, അതുപോലെ തന്നെ വെള്ളം കോരാൻ ആളായി. ഇങ്ങനെയൊക്കെ ഒരാള് വീട്ടിലേക്ക് ഉണ്ടായാൽ, ഒരു വേലക്കാരൻ ഉണ്ടായാൽ വലിയ സന്തോഷമായിരുന്നു. ഫാത്തിമ ബീവി ഇത് കേട്ട ഉടനെ തന്നെ പറഞ്ഞു, വല്ലാഹി അന തഹൻതു ഹത്താ മജലത്തി യദായ, അള്ളാഹുവാണ് സത്യം, പണി എടുത്തിന്റെ കൈയൊക്കെ പൊട്ടീന്, പോയൊക്കെ. അങ്ങനെ വാപ്പാന്റെ അടുത്തേക്ക് ഇറങ്ങി, അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നു. അടുത്ത് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ കടന്നു വന്നപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, മാ ജാഅ ബികി ഐ ബുനയ്യ, എന്റെ പൊന്നുമോളെ, കുഞ്ഞുമോളെ, എന്താ ഇപ്പോ ഇന്നേരത്ത് വന്നു? ഉപ്പാന്റെ കുട്ടി എന്താ ഇന്നേരത്ത്? പറയാൻ കണ്ട് തോന്നിയില്ല. ഇവിടുന്ന് വലിയ ഉഷാറിൽ പോയതാ. ഉപ്പാന്റെ വർത്താനം കേട്ടപ്പോ പറഞ്ഞു, ജിഅ്തു ലി ഉസല്ലിമക അലൈക്കി, ഉപ്പ ഒരു സലാം പറയാൻ വേണ്ടി പോന്നതാണ്. കണ്ടൊരു സലാം പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് പോകാന്ന് വിചാരിച്ച് ഇങ്ങനെ പോന്നതാണ്. ബീവി നാണിച്ചു, റസൂലുള്ളാഹിനോട് കാര്യം തുറന്ന് ചോദിക്കാൻ നാണിച്ച് തിരിച്ചിങ്ങ് പോന്നു. തിരിച്ചു വന്നപ്പോ അലിയാരുണ്ട് വാതിൽക്കൽ തന്നെ നിൽക്കണ്. മാ ഫഅൽതി, എന്തായടി? അപ്പൊ ബീവി പറഞ്ഞു, ഇസ്തഹയൈതു അൻ അസ്അല, എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല. അവിടെ എത്തിയപ്പോഴേക്ക് എന്റെ നാണം കൊണ്ട് എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇങ്ങോട്ട് തന്നെ പോന്നു, വാപ്പെന്താ പറയാന്നറിയില്ല. അപ്പൊ അലിയാര് പറഞ്ഞു, ഒരു കാര്യം, നിന്നെ ഈ പണിക്ക് പറ്റൂല, ഞാനും കൂടെ പോരാ, രണ്ടാളും കൂടെ പോവാ, നമുക്ക് പതുക്കെ വിഷയം അവതരിപ്പിച്ചിട്ട് കാര്യം പറയാം. പോയി രണ്ടാളും വന്നു. റസൂൽ ചോദിച്ചു, എന്ത് ഇപ്പൊ ഫാത്തിമ അങ്ങ് വന്ന് വീണ്ടും നിങ്ങൾ വന്നിരിക്കുന്നല്ലോ, എന്താ വിഷയം? അലിയാരാ പറയുന്നത്, മന്നല്ലാഹു അലൈക ബിസബിയ്യിൻ വസഅ, അല്ലാഹു ഇപ്പൊ നടന്ന സമരം വളരെ വലിയ വിജയത്തിലാണ്. ഒരുപാട് അടിമകളെ തടവുകാരായി പിടിച്ചിട്ടുണ്ട്, അടിമകളെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ക്ഷേമവും ഐശ്വര്യവും ഒക്കെ അല്ലാഹു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഫാഖദിംനാ, ഞങ്ങൾക്കൊരു വേലക്കാരനെ തരുമോന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നബി തങ്ങൾ പറഞ്ഞു, വല്ലാഹി വല്ലാഹി ലാ ഉഅ്തീകുമാ, അല്ലാഹുവാണ് സത്യം, പൊതു ഫണ്ടിൽ നിന്നൊരടിമയെ എടുത്ത് നിങ്ങൾക്ക് വേലക്കാരനായി ഞാൻ തരൂല. ഇത് മകളോട് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, മരുമകന്റെ ജീവിതത്തിൽ വിഷമല്ലാഞ്ഞിട്ടല്ല, പക്ഷേ പൊതു ഫണ്ട് ഒരിക്കലും വകമാറ്റി ചെലവഴിച്ചുകൂടാ എന്ന നിർബന്ധ ബുദ്ധിയാണ്. ലാ ഉഅ്തീകുമാ, നിങ്ങൾക്കൊരിക്കലും ഞാൻ തരൂല, പൊതു ഫണ്ട് ഞാൻ നിങ്ങൾക്ക് തരാ. എന്നിട്ട് വഅദഉ അഹ്ല സുഫ തത്വീ ബുതൂനുഹും ലാ അജിദു മാ ഉൻഫിഖു അലൈഹിം, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ എന്റെ പള്ളി ദർസിലെ കുട്ടികൾ വിഷമിക്കുമ്പോ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരിക, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഞാൻ ഇതെടുത്ത് തരിക. നടക്കൂല. നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന മുതഅല്ലിമീങ്ങളോട് ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നമ്മളെയൊക്കെ ഞാൻ എന്റെ പള്ളി ദർസിലെ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. എന്റെ ഓർമ്മകൾ തിരിഞ്ഞു പോകുന്നു. നമ്മുടെ ഉസ്താദുമാർ നമ്മളെ എത്രയാണ് സ്നേഹിച്ചത്, അല്ലേ? അവരുടെ കുടുംബത്തിലെ രോഗങ്ങൾ അവർ മറന്നു, മക്കളുടെ രോഗങ്ങളും അവരുടെ ക്ഷാമങ്ങളും ഒക്കെ മറന്നു. നമ്മുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിച്ച, നമ്മളെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി ജീവിച്ച, കണ്ണിൽ എണ്ണയൊഴിച്ച് രാത്രി സമയങ്ങളിൽ നമുക്ക് വേണ്ടി കിതാബ് നോക്കി, ഉറങ്ങാതെ കിതാബ് നോക്കി, ആ കിതാബുകളുടെ വരികളിലുള്ളതല്ല, വരികൾക്കിടയിലുള്ളത് പെറുക്കിയെടുത്ത് നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, നമ്മളൽപ്പം വളർന്നു വലുതാകുമ്പോൾ ആ ഗുരുക്കളെ നമുക്ക് ചെറുതായി തോന്നരുത്.
അവരെ ചോദ്യം ചെയ്യരുത്. ഉസ്താദുമാരെ ചീത്ത പറയുന്ന മക്കളാകരുത്. ഉസ്താദുമാർക്കെതിരെ വേദിയിൽ കയറുന്ന ശിഷ്യന്മാരാകരുത്. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട്, മുമ്പിലുള്ള മുതഅല്ലിമീങ്ങളോട് ഒറ്റ വാക്ക് കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നെഞ്ച് പിളരുന്ന കാഴ്ചകളാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ സുഫത്തിന്റെ അഹ്ലുകാർ, എന്റെ മുതഅല്ലിമീങ്ങളെ വിട്ട് ഞാൻ നിങ്ങൾക്ക് തരേ. എന്റെ കയ്യിൽ അങ്ങനെ അടിമകളുണ്ടെങ്കിൽ അബീഉഹും വ ഉംഫിഖു അലൈഹിം വ അഹ്ഫദു അലൈഹിം ഈമാനഹും, ഞാൻ ആ അടിമകളെ വിറ്റ് ആ കാശ് കൊണ്ട് എന്റെ സുഫത്തിന്റെ അഹ്ലുകാർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അവർക്ക് ചെലവാക്കി അവരുടെ ഈമാൻ കാത്തു സൂക്ഷിക്കും. അതിനു നോക്കും ഞാൻ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമയും വല്ലാത്ത വിഷമത്തിലാണല്ലേ. പ്രതീക്ഷിച്ചതല്ല നടന്നത്. പതുക്കെ തിരിച്ചു പോന്നു. പക്ഷേ ഇവരങ്ങ് പോയതോടുകൂടെ റസൂലുള്ളാന്റെ മനസ്സ് വേദനിക്കാൻ തുടങ്ങി. പടച്ചോനെ, എന്റെ പൊന്നുമോൾ, ഈ പൊന്നുമോൾ എന്റെ ഹൃദയത്തിന്റെ കഷ്ണാണ് നാ പറയാറുള്ളത്. ആ മോക്ക് വല്ല വിഷമവും വന്നാൽ അതെന്നെ വിഷമിപ്പിക്കുന്ന പറയാറുള്ളത്. ആ മോള് അത്യാവശ്യ ഘട്ടത്തിൽ എന്റെ അടുത്ത് വന്നൊരു കാര്യം ചോദിച്ചപ്പോ എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാ ചെയ്തു കൊടുക്കാതിരുന്നത്. പക്ഷെ എന്റെ മോൾ എന്താ കരുതിയത് എന്നറിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കാൻ, സമാശ്വാസ വാക്ക് പറയാൻ കടന്നു വരുന്നു. എങ്ങോട്ട്? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക്, അലിയാരുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അലിയാരോട് ഒരു വീട് നോക്കാൻ പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞ ഉടനെ. അപ്പൊ അലിയാർ ഒരു വീട് നോക്കിയത് പക്ഷേ റസൂലുള്ളാഹിയിൽ നിന്ന് ഒരുപാട് അകലെയായിരുന്നു. റസൂലുള്ളാഹിയിൽ നിന്ന് ഒരുപാട് അകലെയായിരുന്നു ഈ വീടുണ്ടായിരുന്നു. ഈ വീട്ടിലേക്ക് പോവാണ്. ആ വീട് പിന്നെ മാറിയ രൂപം ഞാൻ പിന്നീട് പറയാം. എന്ത് ചെയ്തു? അവിടെ ചെന്ന് നോക്കുമ്പം ഫഅതാഹുമാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെയും മരുമകന്റെയും അടുത്തേക്ക് ചെന്നപ്പോൾ വഖദ് ദഖല ഇലാ ഖതീഫതിഹിമാ, അവർ രണ്ടാളും ഒരു പുതപ്പിന്റെ ഉള്ളിൽ ചുരുണ്ട് കിടക്കുന്നുണ്ട്. ഇദാ ഖുത്തതു റൂസുഹുമാ തകശഫത അഖ്ദാമുഹുമാ വഇദാ ഖുത്തതു അഖ്ദാമുഹുമാ തകശഫത റൂസുഹുമാ. കാല് മൂടിയാൽ തല പുറത്താ, തല മൂടിയാൽ കാലും പുറത്താ. അങ്ങനത്തെ ഒരൊറ്റ പുതപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കൊടുത്തയച്ച സ്ത്രീധന പുതപ്പാ. ഈ പുതപ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമയും അലിയാരും അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. നബി തങ്ങൾ അങ്ങ് കയറി ചെന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ ഉഖ്ബിറുകുമാ ബിഖൈരി മാ സഅൽതുമാനി ഖാലാ ബലാ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നോട് ഇന്ന് രാവിലെ വന്ന് ചോദിച്ച വിഷയം എനിക്ക് ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ല മക്കളെ. എന്നാൽ നിങ്ങൾ ആ ചോദിച്ചതിനേക്കാൾ നല്ല ഒരു സമ്മാനം ഞാൻ നിങ്ങൾക്കങ്ങ് തന്നാ നിങ്ങൾ പൊരുത്തപ്പെടുവോ? ഖാലാ ബലാ. രണ്ടുപേരും പറഞ്ഞു, മതിയുപ്പാ, മതി യാ റസൂലല്ലാഹ്, അത് മതി. അവിടുന്ന് പറഞ്ഞു, കലിമാത്തുൻ അല്ലമനീഹിന്ന ജിബ്രീലു അലൈഹിസ്സലാം. ജിബ്രീൽ വന്ന് ഇപ്പൊ എനിക്ക് പഠിപ്പിച്ചു തന്ന കുറച്ച് കലിമത്തുകൾ, വാചകങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. തുസബ്ബിഹാനില്ലാഹ ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ അശ്റാ. എല്ലാ നിസ്കാരത്തിന്റെ പിറകിലും ഒരു 10 വട്ടം നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറയണം മക്കളെ. വതുഹമ്മിദാനി അശ്റാ. 10 വട്ടം തഹ്മീ അൽഹംദുലില്ലയും പറയണം. വതുകബ്ബിറാനി അശ്റാ. 10 വട്ടം അല്ലാഹു അക്ബറും ചൊല്ലണം. വഇദാ അവൈതുമാ ഇലാ ഫിറാശികുമാ. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ വിരിപ്പിലേക്ക് കിടക്കാൻ വന്നു കഴിഞ്ഞാൽ ഫസബ്ബിഹല്ലാഹ്, നിങ്ങൾ രണ്ടുപേരും തസ്ബീഹ് ചൊല്ലണം. സലാസം വസലാസീൻ വഹ്മദാ സലാസം വസലാസീൻ വകബ്ബിറാ അർബഅം വസലാസീൻ. ഒരു 33 സുബ്ഹാനല്ലാഹ്, ഒരു 33 അൽഹംദുലില്ലാഹ്, ഒരു 34 അല്ലാഹു അക്ബർ. ഇങ്ങനെ നിങ്ങൾ ചൊല്ലണം, ഇങ്ങനെ നിങ്ങൾ ചൊല്ലണം. വല്ലാഹി മാ തറക്തുഹുന്ന മുൻദു അല്ലമനീഹിന്ന റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ എനിക്കും ഫാത്തിമാക്കും ഇത് പഠിപ്പിച്ചു തന്നതിന്റെ ശേഷം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും കിടക്കുമ്പം ഈ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ചൊല്ലാതെ കിടന്നിട്ടില്ല. ഒരു ദിവസം പോലുമില്ല. ഇബ്നുൽ ലിവാ തങ്ങൾ ഉടനെ തന്നെ അലിയാർ ഇത് പറയുമ്പോ ചോദിച്ചു, അലാ ലൈലത്ത സിഫീൻ. അല്ല, സിഫീൻ രാത്രിയിലും നിങ്ങൾ
നിങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നോ? സിഫീൻ യുദ്ധം നടക്കുന്ന രാത്രിയിൽ അലിയാരെ വല്ലാതെ മാനസിക സംഘർഷത്തിൽ നിർത്തിയൊരു സമരാണ്. അന്ന് രാത്രിയും നിങ്ങളത് ചൊല്ലിയിട്ടുണ്ടോ? ഏത് നമ്മളെ ഏറ്റവും കുഴക്കിയ ഒരു രാത്രി അന്നും നീ ഹദ്ദാദ് ചൊല്ലിയിട്ടുണ്ടോ എന്ന് ചോദിക്കും പോലെ അന്നും ചൊല്ലിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബിന്റെ മറുപടി ഖാല നഅം, സിഫീൻ രാത്രിയിലും ഞാൻ ഈ ദിക്ർ ചൊല്ലാൻ മറന്നിട്ടില്ല. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മോളുടെയും പുതിയാപ്പിളയുടെയും ജീവിതമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടെന്ന് കരുതിയിട്ട് അവർ പരാതിയായിട്ട് നാട് നീളെ നടന്നിട്ടില്ല. ഒരാളോട് പോലും തന്റെ ഭർത്താവിന്റെ ഫഖറിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ പറഞ്ഞിട്ടില്ല. ഫാത്തിമ ബീവിയോട് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, വീട്ടിന്റെ അകത്തുള്ള പണി നീ എടുക്കണം, വീട്ടിന്റെ പുറത്തുള്ള പണി അലിയും എടുക്കട്ടെ. പെണ്ണുങ്ങൾ പുറത്തിറങ്ങരുത്, അകത്ത് നിന്നുകൊണ്ടുള്ള പണി പെണ്ണുങ്ങൾ എടുക്കുക, പുറം പണികളൊക്കെ ആണുങ്ങളും എടുക്കുക. തോട്ടം കൊത്തേണ്ടത് ആണുങ്ങളാണ്, അത്തരം പണികളൊക്കെ ചെയ്യേണ്ടത് ആണുങ്ങള്. അതേസമയം വീട്ടിന്റെ ഉള്ളിലുള്ള പണിയൊക്കെ നീയും എടുക്കട്ടോ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഉപദേശിച്ചു കൊടുത്തു എന്ന് കാണാം. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ വീട് നോക്കാൻ പറഞ്ഞു. ആ സംഭവം ഞാൻ പറയാമെന്ന് പറഞ്ഞതാണ്, അതും കൂടെ പറയട്ടെ. വീട് നോക്കാൻ പറഞ്ഞപ്പോ ഒരു വീട് കിട്ടി, കുറച്ച് ദൂരെയായിരുന്നു. ആ വീട്ടിൽ വെച്ചിട്ടാണ് വീട് കൂടിയത് ഫാത്തിമ ബീവിയായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ചെന്നു. അപ്പൊ ഫാത്തിമക്ക് താങ്ങാൻ കഴിയാത്ത ഒരു സങ്കടമുണ്ട്. അതെന്താണ്? തന്റെ നല്ല കാലത്ത് തന്റെ സുഹൃത്തുക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് കല്യാണത്തിന് സമ്മതം ചോദിച്ചപ്പോ സമ്മതിക്കാതിരുന്നത് വാപ്പാക്ക് ഖിദ്മത്ത് ചെയ്യണമെന്ന് കരുതിയാണ്. പിന്നെ നിർബന്ധിത സാഹചര്യത്തിൽ അലിയാരുടെ കൂടെ പിന്നെ വാപ്പയെ നോക്കാൻ ഒരാളൊക്കെ ആയപ്പം പോരാൻ തയ്യാറായതാണ്, കല്യാണത്തിന് തയ്യാറായതാണ്. അപ്പൊ ആ ഉപ്പാനെ ഇടക്കിടക്ക് ഇങ്ങനെ കാണണം. പക്ഷെ അതിനെന്ത് തടസ്സാണ്? എന്ത്? അലിയാരുടെ വീട്, ഭർത്താവിന്റെ വീട് കുറച്ച് ദൂരെയാണ്. ഭർത്താവ് ഒരുക്കിയ വീട് ഒരല്പം ദൂരെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മദീന പള്ളിയുടെ സൈഡിലേക്ക് വീട് മാറ്റണം. പക്ഷെ അതിനൊരല്പവും കൂടെ ചെലവ് കൂടും അല്ലെ? ഹറമിന്റെ അടുത്തേക്ക് റൂം കിട്ടണമെങ്കിൽ ചെലവ് കൂടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസാണ്. അത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കഴിയൂല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ ഇടയ്ക്കിടെ ഇങ്ങനെ കാണണം. കല്യാണം കഴിഞ്ഞ അടുത്ത നാളുകളിൽ ചെന്നിട്ട് എന്തൊക്കെയാ മോളെ വിശേഷം എന്ന് ചോദിച്ചപ്പോ മകള് പറഞ്ഞു, ഉപ്പ നല്ല സുഖാണ്, സന്തോഷം. പക്ഷേ ഒരു സങ്കടം തീർത്താ തീരൂല. എനിക്കെന്റെ പൊന്നുപ്പയെ ഇടക്കിടക്ക് കാണണം, അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതുകൊണ്ട് പൊന്നുപ്പാ, അങ്ങയോട് ഞാനൊരു കാര്യം പറഞ്ഞാ തങ്ങള് വിഷമിക്കരുത്. നുഅ്മാനുമായിട്ട് എന്റെ പൊന്നുപ്പയൊന്ന് സംസാരിക്കുമോ? നുഅ്മാനുമായിട്ടൊന്ന് സംസാരിക്കുമോ എന്ന് വെച്ചു. എന്താ ഈ ഹാരിസത്ത് നുഅ്മാനുമായിട്ട് സംസാരിക്കുമോ എന്ന് വെച്ചാൽ അത്ര പറഞ്ഞാൽ മതി, റസൂലുള്ളാഹിക്ക് തിരിയും. ഹാരിസത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാല് മദീനത്തെ പള്ളിയോട് ചേർന്ന് കുറെ വീടുകൾ വാടക കൊടുത്തിരുന്ന ആളാ. കോട്ടേഴ്സ് മുതലാളി എന്ന് പറയാം. അന്നത്തെ സാഹചര്യത്തിൽ ചെറിയ വീടുകളൊക്കെ ആയിരിക്കും, എന്നാലും എന്ത് ചെയ്യാണ്, ഇതിങ്ങനെ വാടക കൊടുക്കല റൂമുകള്. വലിയൊരു മുതലാളിയാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ അള്ളാന്റെ റസൂല് പുതിയ കല്യാണങ്ങൾ ഓരോന്നിങ്ങനെ കഴിക്കുമ്പോഴും ആ ഭാര്യക്ക് വീട് കൊടുത്തിരുന്നത് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന സ്വഹാബിയായിരുന്നു റളിയല്ലാഹു അൻഹു. എത്ര വലിയ ഭാഗ്യവാനാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. ഉമ്മുൽ മുഅ്മിനീന് വീടൊരുക്കിയത്. ഓരോ ഉമ്മുൽ മുഅ്മിനീനും ഇങ്ങനെ ജീവിതത്തിലേക്ക് വരുമ്പോ 8-9 ഭാര്യമാർ അവരൊക്കെ വരുമ്പോ ഓരോ വീട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തു. ഏത് റെന്റില്ലാതെ, വാടകയില്ലാതെ അത് കൊടുത്തു റസൂലുള്ളാഹിക്ക് ഫ്രീ ആയിട്ട്. അപ്പൊ കെല്ലിം ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇനി നിങ്ങൾക്ക് തിരിയല്ലോ. നിങ്ങൾ ഹാരിസത്ത് ഇബ്നു നുഅ്മാനുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ മകക്കും പുതിയാപ്പളക്കും കൂടെ ഒരു റൂം അല്ലെ, എനിക്കും കൂടെ ഒരു റൂം. ആ കൂട്ടത്തിൽ ഒന്ന് ചോദിച്ചു നോക്കിയാൽ ഉറപ്പാണ്, ഹാരിസയോട് ചോദിച്ചാൽ ഹാരിസ തരുന്ന എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഉപ്പാ, നിങ്ങൾ ഹാരിസയോടൊന്ന് സംസാരിക്കണം എന്നങ്ങ് പറയേണ്ട താമസം. സുബ്ഹാനല്ലാഹ്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖത്തഹവല ഹാരിസതു ഹത്തസ്തഹയൈതു മിൻ. ഓ പ്രിയപ്പെട്ട ഫാത്തിമ, ഞാൻ ഓരോ കല്യാണം കഴിക്കുമ്പോഴും ഞാൻ ചോദിക്കാതെ എനിക്ക് റൂം അനുവദിക്കുന്ന ഹാരിസ റൂം ഇങ്ങനെ മാറിത്തന്ന്
എന്റെ തൊട്ടടുത്ത് ഹാരിസ് താമസിക്കും, പക്ഷെ ഞാൻ കല്യാണം കഴിക്കും ആ റൂം എനിക്ക് ഒഴിഞ്ഞു തന്ന് അദ്ദേഹം അടുത്ത റൂമിലേക്ക് മാറും. ഇങ്ങനെ റൂം ഇങ്ങനെ മാറി 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 തന്ന് എനിക്കിനി ഹാരിസയോട് പറയാൻ നാണമാണ്, ഇനി എന്റെ മകൾക്കും കൂടെ ഒരു വീട് വേണമെന്ന് ചെന്ന് പറയാൻ പറ്റുമോ? എന്റെ കാര്യം തന്നെ ഞാൻ ചോദിച്ചിട്ട് എന്നല്ല കണ്ടറിഞ്ഞു തന്നതാ. പക്ഷേ ഇനി മകൾക്ക് വേണമെന്ന് പറയാൻ എനിക്ക് കഴിയൂല. ഫാത്തിമ ബീവിയോട് ഈ വിവരം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് ഇത് പറഞ്ഞത് ആരോ അറിഞ്ഞു. ആ ആള് നേരെ ഹാരിസയുടെ അടുത്തെത്തി. ഹാരിസത്ത് ബിൻ നുഅ്മാനോട് വിവരം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെയാ പറഞ്ഞത്. ഹാരിസക്ക് വിവരം കിട്ടിയപ്പം അതാ വരുന്നു ഹാരിസ റളിയല്ലാഹു അൻഹു കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വല്ലാഹി വല്ലാഹി അല്ലദീ തഅഖുദു മിന്നി അഹബ്ബു ഇലയ്യ മിനല്ലദീ തദഉഹു, അല്ലദീ തഅഖുദു മിന്നി അഹബ്ബു ഇലയ്യ മിനല്ലദീ തദഉഹു. എന്തിനാണ് മുത്തുനബിയെ എന്നോട് ചോദിക്കാൻ മടിക്കുന്നത്? എന്തിനാണ് എന്നോട് ചോദിക്കാൻ മടിക്കുന്നത് മുത്തുനബിയെ? തങ്ങൾ എന്റെ പോക്കറ്റിൽ കൈയിട്ട് വല്ലതും അങ്ങ് എടുത്തുകൊണ്ടു പോകുകയാണെങ്കിൽ എടുക്കാതെ ഇട്ടതിനേക്കാൾ ആ എടുത്തുകൊണ്ടുപോയതാണ് എനിക്കിഷ്ടം. എന്നോട് ചോദിക്കണ്ട, എന്നോട് പറയണ്ട, എന്റെ സമ്പത്ത് അങ്ങയുടേതാണ്, ഹബീബിന്റേതാണ്. ചോദിക്കൂ, എത്ര റൂം വേണം? ഞാൻ അലിയാർക്കും ഫാത്തിമക്കും ഒരു വീട് അനുവദിക്കുകയാണ് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൾക്കും കൂടെ അലിയാർക്കും കൂടെ ഒരു വീട് അനുവദിച്ചു കൊടുക്കുകയാണ്. പറഞ്ഞപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദഖത, സദഖത, കറക്റ്റ്, നീ പറഞ്ഞത് ശരിയാണ് ഹാരിസ, നിനക്കത് ഇഷ്ടമാണ്. പക്ഷെ എനിക്കൊരു മാനമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. നിനക്കത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ബാറക്കല്ലാഹു ഫീക്, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ദുആ ചെയ്തു കൊടുത്തു. ഹാരിസ വീട് ഒഴിഞ്ഞു കൊടുത്തു. അലിയാരും ഫാത്തിമയും സന്തോഷപൂർവ്വം അവിടെ വന്ന് താമസിച്ചു. ഇങ്ങനെയാണ് തൊട്ടടുത്തേക്ക് അവരുടെ താമസം വന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് പിന്നീട് റസൂലുള്ള രാവിലെ തന്നെ തഹജ്ജുദിന് എണീറ്റ് പള്ളിയിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത റൂമിൽ ഇങ്ങനെ മുട്ടും, അലി, ഫാത്തിമ, അലി എഴുന്നേറ്റ് പോര്. ഫാത്തിമയോട് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ പറയും. അലിയാരോട് പള്ളിയിലേക്ക് പോരാനും പറയും. അങ്ങനെ ഒരുമിച്ചുള്ള ഒരു വല്ലാത്ത ഒരു ജീവിതം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു റജബ് മാസം മദീനയിൽ വന്ന ഉടനെ നിക്കാഹ് നടന്നു. ബദറിൽ നിന്ന് മടങ്ങി വന്ന് കല്യാണം കഴിഞ്ഞു. 18ാമത്തെ വയസ്സിലെ അലിയാരുടെ 21ാമത്തെ വയസ്സിലെ അതൊക്കെ നടന്നു. അൽഹംദുലില്ലാഹ്, സന്തോഷത്തോടെ അതെല്ലാം സുമംഗളമായി കല്യാണം നടന്നു. റാഹത്തോടെ ആ കുടുംബ ജീവിതം മുന്നോട്ട് പോയി. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബം, തന്റെ പ്രിയപ്പെട്ട മകളും ഭർത്താവും, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിച്ചിരുന്നതും അവരുമായി സ്നേഹം പങ്കിട്ടിരുന്നതും വല്ലാത്ത ഒരു സന്തോഷത്തിലായിരുന്നു. എപ്പോഴും അങ്ങനെയായിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അലിയാർ എന്ന് പറഞ്ഞാല് വലിയ ഇഷ്ടായിരുന്നു. നല്ല തമാശയും പറയും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു മരുമകൻ അമ്മോഷൻ എന്ന മട്ടിലൊക്കെ ഒരു തലക്കനം കാണിച്ചു നിൽക്കുന്ന ആളൊന്നും ആയിരുന്നില്ല സയ്യിദുനാ റസൂലുള്ളാഹി. മക്കളോട് അങ്ങനെയായിരുന്നു, കുടുംബത്തോട് അങ്ങനെയായിരുന്നു, മരുമക്കളോട് അങ്ങനെയായിരുന്നു. എല്ലാവരോടും ആരോഗ്യകരമായ തമാശകൾ പറയുമായിരുന്നു. മക്കൾക്ക് തിരിച്ചങ്ങോട്ടും പറയാമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ഇരുന്നു കൊണ്ട് കാരക്ക ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. കാരക്ക അങ്ങനെ തിന്നുമ്പോ റസൂലുള്ള തിന്നുന്ന കാരക്ക അലിയാരുടെ സൈഡിലേക്ക് ഇട്ടു. കാരക്കയൊക്കെ തിന്നു കഴിഞ്ഞു രണ്ടാളും. എന്നിട്ട് അലിയാരോട് ചോദിച്ചു, അലിയാരുടെ മുമ്പിൽ കുന്നുകൂടി കിടക്കുന്ന ഈ കുരു ഇതിങ്ങനെ നോക്കിയിട്ട് റസൂലുള്ള ചോദിച്ചു, അലി, ഇതൊക്കെ നീ തിന്നതാണോ എന്ന് ചോദിച്ചു. തമാശ ചോദിച്ചതാണ്. അമ്മോഷൻ മരുമകനോടൊരു തമാശ ചോദിച്ചതാണ്. കോയിന്റെ എല്ലൊക്കെ മരുവന്റെ ഭാഗത്തേക്ക് ഇടുന്നത് പോലെ ഇട്ടിട്ട് അവസാനം ഇതൊക്കെ നീ തിന്ന കോഴിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നേരത്തെ കണ്ടുവച്ചതാ, റസൂൽ എന്നോട് എന്തോ ഒരു തമാശ പറയാൻ കരുതിയിട്ടുണ്ട്, അതിന് അതേ ഭാഷയിൽ മറുപടി കൊടുക്കുന്നു. ഒരു വിഷമവുമില്ല, റസൂലുള്ള പുഞ്ചിരിക്കുന്നു. കാരണം അങ്ങോട്ട് തമാശ പറയാം, അങ്ങോട്ട് പറയാൻ പറ്റൂല എന്നുള്ള നിയമമൊന്നുമില്ല അവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം. അലിയാർ ഉടനെ പറഞ്ഞു, ഇതൊക്കെ നീ തിന്നതാണോ എന്ന് ചോദിച്ചപ്പോ അലിയാർ പറഞ്ഞു, നബിയെ, ഞാനും നിങ്ങളും ഒരുമിച്ച് തിന്നിട്ടുണ്ട്.
അതൊരു സത്യമാണ്. പക്ഷെ എന്റെ ഭാഗത്ത് കുരു കാണുന്നു, നിങ്ങളുടെ ഭാഗത്ത് കുരു കാണുന്നില്ല. ഞാൻ കുരു ഒഴിവാക്കിയാ തിന്നത്, നിങ്ങൾ കുരു അടക്കം തിന്നു എന്നാ മനസ്സിലാകുന്നത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് തിരിച്ചു മറുപടിയും പറഞ്ഞു. രസകരമായ ഒരു തമാശ. മറുപടിക്ക് ആ തമാശക്ക് മറുപടി തമാശ തന്നെ. തീർച്ചയായും ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയോടൊപ്പം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ സ്നേഹബന്ധത്തിന്റെ കഥകൾ പറഞ്ഞാൽ, ഫാത്തിമ ബീവിയും നബിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥ പറഞ്ഞാൽ അവസാനിക്കുകയില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോവുകയാണെങ്കിൽ, ഒരു യാത്ര പ്രത്യേകിച്ച് എവിടേക്കെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ അവസാനം പറയാറുള്ളത് ഫാത്തിമയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ആദ്യം വന്ന് കടക്കലും ഫാത്തിമയുടെ അടുത്താണ്. എന്താണ് ഈ മോളും ബാപ്പയും തമ്മിലുള്ള ബന്ധം? അതുകൊണ്ട് മാത്രം മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരൊറ്റ കാര്യം മതി. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖദിമ മിൻ ഗസ്വിൻ ഔ സഫരിൻ ബദഅ ബിൽ മസ്ജിദി ഫസല്ലാ റക്അതൈൻ. ഒരു യുദ്ധത്തിൽ നിന്നോ ഒരു യാത്രയിൽ നിന്നോ തിരിച്ചു വരികയാണെങ്കിൽ റസൂലുള്ളാഹി ആദ്യം പള്ളിയിൽ വരും, മദീനത്തെ പള്ളിയിൽ വരും. എന്നിട്ട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കും. സുമ്മ അതാ ഫാത്തിമ, പിന്നെ ഫാത്തിമയുടെ അടുത്ത് ചെല്ലും. സുമ്മ അതാ സുവാജഹു, പിന്നെയാണ് ഭാര്യമാരുടെ അടുത്തേക്ക് എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂല് വേറെ കല്യാണങ്ങളൊക്കെ ചെയ്തെങ്കിലും ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമക്ക് ഒരു വിഷമവും പറയാനില്ല. കാരണം അവസാനം പോകുന്നതും മോളടുത്തുനിന്നാണ്, ആദ്യം വരുന്നതും മോളടുത്തേക്കാണ്. എല്ലാം അങ്ങനെയാണ്. ആയിഷ ബീവി പറയാണ്, ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമയെ ഇങ്ങനെ കണ്ടാൽ മാ റഅയ്തു അഹദൻ കാന അശ്ബഹ കലാമൻ വഹദീസൻ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഫാത്തിമ. ഫാത്തിമയേക്കാൾ സംസാരത്തിന്റെ വിഷയത്തിലും അതുപോലെ തന്നെ വർത്താനവും സംസാരവും ഒക്കെ കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറെ സാദൃശ്യം പുലർത്തിയിരുന്നയാള്. ശബ്ദമൊക്കെ അങ്ങോട്ട് കേട്ടാ റസൂലുള്ള തന്നെ അങ്ങ് തോന്നിപ്പോകും. ആരെ? ഫാത്തിമയുടെ ശബ്ദം കേട്ട ആളെ കാണാതെ കേൾക്കുകയാണെങ്കിൽ ഇത് റസൂലുള്ളയാണോ തോന്നിപ്പോകും. ശബ്ദമൊക്കെ റസൂലുള്ളാന്റെ അതേ ശബ്ദം, വർത്താനത്തിന്റെ ശൈലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ ശൈലി. ആ ഫാത്തിമയോട് റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടായിരുന്നു. വകാനത്ത് ഇദാ ദഖലത് അലൈഹി ഖാമ ഇലൈഹാ. ഫാത്തിമ കടന്നു വരികയാണെങ്കിൽ ഫാത്തിമയുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്ന് ഫഖബ്ബലഹാ വറഹബ ബിഹാ, ഫാത്തിമ എന്ന പൊന്നുമോൾക്ക് ചുടുമുത്തം കൊടുത്ത് അവളെ സ്വാഗതം ചെയ്ത് കൈപിടിച്ചു കൊണ്ടുവന്ന് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുത്തുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് പലപ്പോഴും കണ്ടതാണ്. ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമായിരുന്നു, ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരികയാണെങ്കിൽ മകളും അങ്ങനെ തന്നെയാണ്. അങ്ങോട്ട് പോകും, കൈ പിടിക്കും, ചുംബിക്കും, കൈ പിടിച്ചു കൊണ്ടുവന്ന് വാപ്പാനെ സ്ഥാനത്തിരുത്തും. ബഹുമാനപ്പെട്ട ഉമ്മു സലമ എന്ന ബീവി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ബീവിയാണ് ഉമ്മു സലമ. ആ ഉമ്മു സലമ ബീവി പറയുകയാണ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളും അവിടുത്തെ ഭർത്താവ് അലിയാരും കൂടെ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് വാതിൽക്കൽ ഇങ്ങനെ നിന്നു. വാതിലിന് ഇങ്ങനെ മുട്ടിയപ്പോ റസൂലുള്ള ചോദിച്ചു ഹാദിമിനോട്, വീട്ടിലെ ഹാദിമിനോട്, ഒത്താശക്കാരനോട്, വേലക്കാരനോട് ചോദിച്ചു, ആരാണ് വാതിൽക്കല്? അലിയാണ്, ഫാത്തിമയാണ് എന്ന് പറയേണ്ട താമസം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഉമ്മു സലമയോട് പറഞ്ഞു, ഖൂമി വഫ്തഹി അൻ അഹ്ലി ബൈത്തി, എന്റെ മക്കള് വന്നിരിക്കുന്നു, ചെന്ന് വാതിൽ തുറന്നു കൊടുക്കൂ. അങ്ങനെ അലിയാരും ഫാത്തിമയും കൂടെ ഹസൻ ഹുസൈൻ ആ കുരുന്നു മക്കളും ഇങ്ങ് കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ ചെയ്തത് ഞാൻ കണ്ടു. 2 മക്കളെയും പിടിച്ചു ഫവളഅഹുമാ ഫീ ഹിജ്രിഹി, മുത്തുനബിയുടെ മടിത്തട്ടിലിരുത്തി. വഅതനഖ അലിയൻ, അലിയാരെ ആലിംഗനം ചെയ്തു. ബിഇഹ്ദാ യദൈഹി, ഒരു കൈ കൊണ്ട് അലിയാരെ കെട്ടിപ്പിടിച്ചു. വഫാത്തിമത ബിൽ ഉഖ്റാ, മറ്റേ കൈ കൊണ്ട് ഫാത്തിമയെയും കെട്ടിപ്പിടിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി. കണ്ടോ സ്നേഹം കൈമാറുന്നത്. എന്നിട്ട് ഫഖബ്ബല ഫാത്തിമത വഖബ്ബല അലിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെയും അലിയാരെയും ചുംബിച്ചു. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര നല്ല സ്നേഹമാണ് നൽകിയത്, എത്ര നല്ല സ്നേഹമാണ് നൽകിയത്. എന്ത് കിട്ടിയാലും അതിലൊരോഹരി ഫാത്തിമക്കുണ്ട്, എന്ത് കിട്ടിയാലും അതിലൊരോഹരി ഫാത്തിമക്കുണ്ട്. ജഅദത്ത് ഇബ്നു ഹുബൈറ പറയുന്നു, അലി റളിയല്ലാഹു അൻഹു എന്നോടൊരിക്കൽ പറഞ്ഞു, ഉഹ്ദിയ ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് ഹദിയയായി കിട്ടി ഹുല്ലത്തും മുസയ്യറത്തും ബിഹരീരിൻ,
ഇമ്മാ സിദാഉഹാ വ ഇമ്മാ ലഹ്മതുഹാ. നീളത്തിലോ കുറുകനെ, വീതിയിലോ നീളത്തിലോ ഉള്ള കര പട്ടുകൊണ്ട് വെച്ച് പിടിപ്പിച്ചതായ ഒരു പുതപ്പ് റസൂലുള്ളാഹിക്ക്, ഒരു തുണി റസൂലുള്ളാഹിക്ക് ഹദിയയായി ലഭിച്ചപ്പോൾ മുത്തുനബി അലിയാര് പറയാണത് എനിക്ക് തന്നു. എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, മാ സുനഉ ബിഹാ അൽബസുഹാ യാ റസൂലല്ലാഹ്, പട്ടുകൊണ്ടുള്ള ഈ വസ്ത്രം ഇത് നബിയെ എനിക്കെന്ത് ചെയ്യാനാ ഇതുകൊണ്ട്? ഞാൻ എന്താ ഇതുകൊണ്ട് ചെയ്യ? ഇതെനിക്ക് ധരിക്കാനാണോ? റസൂലുള്ളാഹി പറഞ്ഞു, ലാ അർദാ ലക മാ അക്റഹു ലിനഫ്സി, ഞാൻ ധരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്ന് ഞാൻ നിനക്കും ഇഷ്ടപ്പെടുകയില്ല. നീ പട്ട് ധരിക്കരുത്. അത് നീ എന്ത് ചെയ്തോ? ആ നീണ്ട തുണിയില്ലേ, അത് ഇജ്അൽഹാ ഹുമുറൻ ബൈനൽ ഫവാത്തിം, ഫാത്തിമകൾക്കിടയിൽ, ഫാത്തിമമാർക്കിടയിൽ അതിനെ നീ മുഖമക്കനകളാക്കി കട്ട് ചെയ്യണം. ഇജ്അൽഹാ ഹുമുറൻ ബൈനൽ ഫവാത്തിം, ഫാത്തിമമാർക്ക് കൊടുക്കണം. അത് ഓരോരുത്തർക്ക് മുഖമക്കന തയ്ക്കാനുള്ള ശീല അതിൽ നിന്ന് മുറിച്ചെടുക്കണം. ഫശഖഖതു മിൻഹാ ലി അർബഅതി അഖ്മുർ, ഞാൻ 4 മക്കനക്കുള്ളത് അത് കീറിയിട്ട് 4 കഷ്ണാക്കി. 4 മക്കനക്കുള്ള ശീല അതിൽ നിന്ന് കീറി. എന്നിട്ട് ഖിമാറൻ ലി ഫാത്തിമത ബിൻതി അസദ്, ഒന്ന് ഫാത്തിമ ബിൻതു അസദിന് കൊടുത്തു. ഫാത്തിമ ബിൻതു അസദിന് കൊടുത്തു. ഒന്ന് 4 ഫാത്തിമമാർക്ക് കൊടുക്കണം. ബൈനൽ ഫവാത്തിം, ആ ഫാത്തിമമാർ ആരായിരുന്നു? അവിടെ ആവശ്യം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ, ഫാത്തിമമാർക്ക് കൊടുക്കാൻ. ഒരു ഫാത്തിമ ആരാ? അലിയാരുടെ ഉമ്മ ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹ. ഈ ഫാത്തിമ ബിൻതു അസദും നബിയും തമ്മിലുള്ള ഹൃദയബന്ധം എന്താന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സമയം അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ഫാത്തിമ ബിൻതു അസദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിലുള്ള ഹൃദയബന്ധം അത് കേൾക്കുമ്പോഴേ തിരിയുള്ളൂ. പറയല അത്യാവശ്യമാണ്, അപ്പോഴേ ഇത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഫാത്തിമ ആരാന്നറിയോ? അലിയാരുടെ ഉമ്മ, അബൂ താലിബിന്റെ ഭാര്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പ റസൂലുള്ളാഹി ഗർഭത്തിലിരിക്കുമ്പോ വഫാത്തായി. ഉമ്മ 6 വയസ്സുള്ളപ്പോ വഫാത്തായി. വല്ലിപ്പ 8 വയസ്സുള്ളപ്പോ വഫാത്തായി. പിന്നെ റസൂലുള്ളാഹിയെ പോറ്റി വളർത്തിയതാരാ? അബൂ താലിബ് അല്ലേ? എല്ലാവർക്കും അറിയാം അബൂ താലിബ്. അബൂ താലിബ് ഒരു ആണ് എന്നുള്ള നിലക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അന്നും വേണ്ട 8 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഒരു പെണ്ണ് അല്ലേ കഴുകാനും വൃത്തിയാക്കി കൊടുക്കാനും ഉടുക്കാനും ഉടുപ്പിക്കാനും ഒക്കെ ഒരു പെണ്ണ്, ഒരു ഉമ്മ വേണ്ടേ? ആ ഉമ്മ ആരായിരുന്നു എന്നറിയോ? ഫാത്തിമ ബിൻതു അസദ്. അതായത് അലി ഇബ്നു അബീ താലിബിന്റെ ഉമ്മ, അബൂ താലിബിന്റെ ഭാര്യ, മൂത്തമ്മ എന്ന് പറയാം. മൂത്താപ്പയുടെ ഭാര്യയായിരുന്നു തന്റെ ഉമ്മയായി. അതുകൊണ്ട് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് കേൾക്കുക, ഈ ഉമ്മയോട് വലിയ സ്നേഹമായിരുന്നു. ഈ ഉമ്മ വഫാത്തായി എന്ന് കേട്ടപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു. ഉമ്മയുടെ തലക്കം പുറത്തിരിക്കുന്നു. കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചാടുന്നു. ഉമ്മയുടെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സയ്യിദുനാ റസൂലുള്ളാഹി ഫാത്തിമ ബിൻതു അസദ് തന്റെ പോറ്റുമ്മയാണ്. ആ ഉമ്മയുടെ അലിയാരുടെ ഉമ്മ, മകളുടെ അമ്മായിയുമ്മ, അങ്ങനെയൊക്കെ ബന്ധങ്ങളുണ്ട്. തന്റെ ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ ആ ഉമ്മയുടെ കൂടെ ജനാസ നടക്കുമ്പോ മുന്നിൽ നിൽക്കും, പിന്നിൽ നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മാറി നിൽക്കുമ്പോ സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ ഇങ്ങനെയൊക്കെ ഒരു പരിപാടി? ഇതൊക്കെ അസാധാരണാണല്ലോ, സാധാരണ ഇതൊന്നും കാണാറില്ല. എന്തോ തങ്ങളുടെ മനസ്സ് കലങ്ങിയിട്ടുണ്ട്, എന്തോ താങ്ങാനാവാത്ത ഒരു വിഷമം. എന്താണിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെ ഓർത്തുകൊണ്ടാ കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖബറടക്ക ചടങ്ങിനെത്തുമ്പോ ആ ഉമ്മയുടെ അടുത്ത് അവരോട് പറഞ്ഞു, പെട്ടെന്ന് മറവ് ചെയ്യരുത്, ഞാൻ ഇപ്പൊ അങ്ങെത്താ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം കുഴിയിൽ നിന്ന് മണ്ണ് നീക്കുന്നത് മുത്തുനബി തന്നെയാണ്. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മയുടെ ജനാസ അവിടെ വെച്ചിട്ട്, ഖബറിന്റെ വക്കത്ത് വെച്ചിട്ട് അവിടെ ചെയ്യുന്ന ചില കർമ്മങ്ങള് കണ്ടു നിന്നവർ മുഴുവനും പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ നീളം കുപ്പായം, അവിടുത്തെ ഖമീസ് കഴിച്ചു, അത് ഊരിയിട്ട് ഉമ്മയുടെ ജനാസയിൽ അങ്ങോട്ട് പൊതിഞ്ഞു. ഉമ്മയുടെ ജനാസയുടെ മുകളിലൂടെ അങ്ങ് വെച്ചു കൊടുത്തു.
ഉമ്മക്കങ്ങ് ധരിപ്പിച്ചു. തന്റെ സ്വന്തം ഷർട്ട് എടുത്തിട്ട് ഉമ്മാക്കങ്ങ് ധരിപ്പിച്ചു. ബറക്കത്തിന് വേണ്ടി റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ തൊട്ട ഈ മുണ്ട് അത് ധരിപ്പിച്ചിട്ട് അള്ളാഹിന്റെ റസൂൽ ഈ ഖബറിൽ അങ്ങ് നീണ്ടു നിവർന്നങ്ങ് കിടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരുണ്ട് മറഞ്ഞു. തുണി മാത്രം ഉടുത്തിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് ശരീരത്തിൽ നിന്ന് കുപ്പായൊക്കെ അഴിച്ചിട്ടിട്ട് ഹബീബിന്റെ ശരീരം ആ ഖബറിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരുണ്ട് മറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. ഉമ്മയെ ഈ ഖമീസോടുകൂടെ അങ്ങ് എടുത്തു വെക്കുന്നു, ഖബറടക്കുന്നു. ഒക്കെ കഴിഞ്ഞ് ആ ഖബറും പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് റസൂലുള്ളാഹിയുടെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉച്ചു വീഴുന്നു. സഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ ഇതൊക്കെ? ആർക്കും ചെയ്യാത്ത ചിലതൊക്കെ അങ്ങ് ഇവിടത്തേക്ക് വേണ്ടി ചെയ്തല്ലോ. ആ സമയത്ത് അവിടെ നിന്ന് പറയുന്നു, പ്രിയപ്പെട്ട സഹാബാ, നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ തുറന്നു പറയാൻ, നിങ്ങൾ ആരും വിഷമിക്കരുത്. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഫാത്തിമ ബീവി, ഖബറിൽ കിടക്കുന്ന ഫാത്തിമയെ വിളിച്ചുകൊണ്ട് പറയാണ്, ഈ ഫാത്തിമ ആരാണെന്നറിയോ? ഇന്നഹാ കാനത്ത് ഉമ്മി ബഅദ ഉമ്മി, ഇന്നഹാ കാനത്ത് ഉമ്മി ബഅദ ഉമ്മി. എന്റെ പെറ്റുമ്മക്ക് ശേഷമുള്ള പോറ്റുമ്മയാണ് ഈ ഖബറിൽ കിടക്കുന്നത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അല്ലയോ ഉമ്മ, നിങ്ങള് അലിയാരുടെ വയറ് ചുരുണ്ട് കിടക്കുമ്പോൾ, സ്വന്തം മകനായ ഉഖൈലിന്റെ വയറ് ചുരുണ്ട് കിടക്കുമ്പോൾ, അവരുടെയൊക്കെ ജഅഫറിന്റെ വയറ് ചുരുണ്ട് കിടക്കുമ്പോഴൊക്കെ അലി ഇബ്നു അബീ താലിബിന്റെ സഹോദരങ്ങളാണ്. അവരുടെയൊക്കെ വയറ് ചുരുണ്ട് കിടക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിലും എന്റെ മോൻ വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചിട്ട് എന്റെ വയറ് ചുരുളാൻ നിങ്ങൾ അനുവദിച്ചിരുന്നില്ല. നിങ്ങൾ അനുവദിച്ചിരുന്നില്ല ഉമ്മ. എനിക്ക് മറക്കാൻ വയ്യ. അതുകൊണ്ട് പൊന്നുമ്മ, നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, പറയട്ടെ മക്കളെ, അല്ലാഹുവാണ് സത്യം. ഈ ലോകത്ത് എല്ലാ മനുഷ്യരെയും ഖബറിലേക്ക് വെച്ചാൽ ഒന്നുകിൽ ഖബർ ശിക്ഷ കൊണ്ട് അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് ആ മനുഷ്യനെ ഒന്ന് ഇടുക്കാതിരിക്കില്ല. നല്ല വേദനയും സഹിക്കും ആ നേരത്ത്. പക്ഷേ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഖബറിൽ നിന്ന് അല്ലാഹുവാണ് സത്യം. ലോകത്തൊരൊറ്റ മനുഷ്യനെ രക്ഷപ്പെടുള്ളൂ, അതെന്റെ ഉമ്മ ഫാത്തിമയാണ്. എന്റെ ഉമ്മ ഫാത്തിമ ബിൻതു അസദാൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം എന്റെ ഈ ഉമ്മയെ ഖബറെടുക്കണമെങ്കിൽ ആദ്യം റസൂലുള്ളാഹിന്റെ ഖമീസ് എടുക്കിയിട്ട് വേണം. ഖബറെടുക്കണമെങ്കിൽ ആ ഖമീസ് സംരക്ഷണത്തിന് വേണ്ടി ഇട്ടുകൊടുത്തതാണ് ഹബീബ് റസൂലുള്ളാഹി. ഇതാണ് അലി ഇബ്നു അബീ താലിബിന്റെ ഉമ്മ. ആ ഉമ്മാക്കാണ് ഒരു മുഖമക്കന കൊടുക്കാൻ പറഞ്ഞത്. ആ ഉമ്മാക്കാണ് ഒരു മുഖമക്കന കൊടുക്കാൻ പറഞ്ഞത്. പിന്നെ ആ മുഖമക്കന കൊടുക്കാൻ പറഞ്ഞത് ഫാത്തിമ ബിൻതു മുഹമ്മദ്, ഒന്ന് ഭാര്യ, അലിയാരുടെ കയ്യിലാണല്ലോ കൊടുത്തത്. മുഹമ്മദിന്റെ മകൾ ഫാത്തിമ അഥവാ അലിയാരുടെ ഭാര്യക്ക്. മറ്റൊന്ന് ഹംസത്ത് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ എളാപ്പ ഹംസ ബീവിക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു ഫാത്തിമ. ലി ഫാത്തിമത ബിൻതി ഹംസ വദകറ ഫാത്തിമതൻ ഉഖറാ ഫനസീതുഹാ, വദകറ ഫാത്തിമതൻ ഉഖറാ ഫനസീതുഹാ. ജഅദത്ത് ഇബ്നു ഹുബൈറ പറയാണ്. ജഅദത്ത് ഇബ്നു ഹുബൈറ പറയാണ്. ജഅദത്ത് ഇബ്നു ഹുബൈറയോട് ഈ സംഭവം പറഞ്ഞ അലിയാരാണ്. അപ്പൊ ജഅദത്ത് ഇബ്നു ഹുബൈറ പറയാണ്, പിന്നെ നാലാമത്തെ ഒരു ഫാത്തിമയുടെ പേരും കൂടെ അലിയാരെന്ന് പറഞ്ഞു കൊടുത്ത ഫാത്തിമ ഫനസീതുഹാ. ആ ഫാത്തിമയുടെ പേര് ഞാൻ മറന്നുപോയി. അത് ഏതാണെന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ വയ്യ. 4 ഫാത്തിമമാർക്കാണ് കൊടുത്തത്, 3 ഫാത്തിമമാർ ഇതാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര നല്ല സംഭവം, എത്ര നല്ല സംഭവമാണ്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു റിപ്പോർട്ടിൽ ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ജഅദത്ത് ഇബ്നു ഹുബൈറ. ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഇസാബയിൽ കാണാൻ കഴിയും. ഖാല ജഅദത്ത് ഇബ്നു ഹുബൈറ, ജഅദത്ത് ഇബ്നു ഹുബൈറ പറഞ്ഞു, വലഅല്ലഹാ ഇംറഅതു ഉഖൈൽ, ഉഖൈലിന്റെ ഭാര്യയായിരിക്കാം എന്ന് പറഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബിന്റെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ, മൂത്തച്ചി, ജ്യേഷ്ഠന്റെ ഭാര്യ ഒരു ഫാത്തിമ ഉണ്ടായിരുന്നു. ആ ഫാത്തിമക്കായിരിക്കാം, കാരണം ഒക്കെ ഒരു കുടുംബത്തിലാ പോയത്, അപ്പൊ അവിടെ ആയിരിക്കാം എന്നൊരു അഭിപ്രായം പറഞ്ഞു. ഏതാവട്ടെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമയോടും അലിയാരോടുമുള്ള ആ സ്നേഹബന്ധം വളരെ വലുതായിരുന്നു. ഒരിക്കൽ ഫാത്തിമയും അലിയാരും തമ്മിൽ ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കം, ഭാര്യയും ഭർത്താവും ആകുമ്പോൾ അത് അത്ര കാര്യമാക്കി എടുക്കരുത്. കാന ബൈന അലിയിൻ വ ഫാത്തിമത കലാം, ചെറിയൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായി. സ്വാഭാവികമാണല്ലോ, ഭാര്യയും ഭർത്താവും ആകുമ്പോൾ. ഈ സദസ്സിലുള്ളവർക്കൊക്കെ അറിയാം, കല്യാണം കഴിഞ്ഞവർക്കൊക്കെ അറിയാം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ അറിയാം. ഇടക്കൊന്ന് പിണങ്ങും, പിണങ്ങി ഇണങ്ങുമ്പോൾ ഒരു പ്രത്യേക അല്ലേ ഹരവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. ഇടക്കൊരു പിണക്കം, അത് ഇണക്കത്തിന് ആക്കം കൂട്ടും. അപ്പൊ എന്ത് ചെയ്തു? ചെറുതായിട്ടൊന്ന് പിണങ്ങി.
സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, മസ്ലഹത്തുണ്ടാക്കാൻ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടുപേരുടെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അവിടെ നിന്ന് അത് മസ്ലഹത്താക്കിയിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒപ്പമുള്ള ആള് പറഞ്ഞു, ദഖൽത വ അൻത അലാ ഹാൽ. നബിയെ, ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നിങ്ങൾ വേറൊരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ആകെ ടെൻഷൻ അടിച്ച് മൂകമായ ഒരു അന്തരീക്ഷം, മിണ്ടുന്നില്ല, പറയുന്നില്ല. വ ഖറജ്ത വ നഹ്നു നറൽ ബിശ്റ ഫീ വജ്ഹിക്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഞങ്ങൾ നല്ല തികഞ്ഞ ഹാപ്പിനെസ്, സന്തോഷം കാണുന്നു. തങ്ങൾ നല്ല ഹാപ്പിയാണല്ലോ തങ്ങളെ, എന്താണിത്? അപ്പൊ പറഞ്ഞു, വമാ യംനഉനി, എനിക്ക് സന്തോഷിക്കുന്നതിന് ഇനി എന്ത് തടസ്സമുള്ളത്? റസൂലുള്ളാഹി പറയാണ്, വമാ യംനഉനി, എനിക്ക് സന്തോഷിക്കുന്നതിന് ഇനി എന്ത് തടസ്സം? വഖദ് അസ്ലഹതു ബൈന ഹബ്ബിസ്നൈനി ഇലയ്യ, എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടുപേരുടെ ഇടയിലുള്ള പ്രശ്നം ഞാൻ രഞ്ജിപ്പാക്കിയിട്ട് വരികയാണ്. പിന്നെ ഇനി എനിക്ക് സന്തോഷിച്ചൂടെ? ഞാൻ സന്തോഷിക്കാതിരിക്കാൻ എനിക്ക് എന്ത് ന്യായമുണ്ട്? സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. ഇനി ഫാത്തിമ, അലി, ഇവർക്ക് രണ്ടുപേർക്കും റസൂലുള്ളാഹിന്റെ അടുത്തുണ്ടായിരുന്ന സ്ഥാനം വീണ്ടും നമ്മൾ പറയാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. നാളെ നമുക്ക് അടുത്ത ഭാഗങ്ങൾ സംസാരിക്കാം. ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം.